ഇന്ത്യയിലെ ലാർജസ്റ്റ് ഫുഡ് കമ്പനി, ഏഷ്യയിലെ ലാർജസ്റ്റ് ഫുഡ് കമ്പനി, ഒരു ലെസൺസിലോ ഒരു ഇതിലും ഇദ്ദേഹത്തിൻ്റെ പേര് വന്നിട്ടില്ല. ഒരു റെഫറൻസ് ഇല്ല. നമ്മളുടെ കുട്ടികൾക്ക് ചോദിച്ചാൽ നോബഡി നോസ് അബൌട്ട് എ ബിസിനസ് മാൻ ലൈക്ക് ദാറ്റ്. അദ്ദേഹത്തിൻ്റെ അസുഖം റിയാലിറ്റി ആയിരുന്നു, പക്ഷേ ഒരു ഗുളിക മാറിക്കൊടുത്തത് ഉൾപ്പെടെ. ഗുരുവെ മാറിക്കൊടുത്തല്ല, ഒരിക്കലും കൊടുത്തുകൂടാ. ഇത് കൊടുത്ത ആ വെയിൻസ് അങ്ങ് പൊട്ടു ഈ അസുഖമുള്ള ആൾക്ക്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്തു. 20 MPs പോയി പാർലമെന്റിൽ പറഞ്ഞു, നമ്മൾ കോടതിയിൽ പോയി അപ് ടു ദി സുപ്രീം കോർട്ട്. ഇതിലെല്ലാം CBI പറഞ്ഞു ഞങ്ങൾ കേസ് ഫൈറ്റ് ചെയ്യത്തില്ല. ബന്ധുവാര് ശത്രുവാരെന്നുള്ള തിരിച്ചറിയുന്ന ഒരു റിയാലിറ്റിയുടെ ടൈമാണത് അല്ലേ? നമുക്കൊരു പ്രോബ്ലം വരും, ആരുമില്ല, ശത്രുക്കൾ മാത്രമേ ഉള്ളൂ. ശത്രുക്കളല്ല, ആളുകൾക്ക് അവർക്കൊരു പ്രോബ്ലം വരണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ അവോയ്ഡ് ചെയ്യും. നസ്ലി വാഡി അത് ബിലീവ് ചെയ്തില്ല. ബിക്കോസ് നസ്ലി വാഡി ഇവിടുത്തെ വലിയ ബിസിനസ് മാനാണ്. ഇപ്പോൾ അയാൾ ശാന്തനായിരിക്കും, അല്ലെങ്കിൽ അത് പിന്നിലുള്ളവർ ഒരാളായിരിക്കില്ലല്ലോ, പിന്നിലുള്ളവർ ഇപ്പോൾ സ്വസ്ഥമായിരിക്കും. പക്ഷേ നമ്മൾ ഇവിടുന്ന് ഒരു വെടി പൊട്ടിക്കുമ്പോൾ അവിടെ അസ്വസ്ഥമാകും. ആ അസ്വസ്ഥത പോലും അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ചിലപ്പോൾ ഒരു സന്തോഷം നൽകും. നമസ്കാരം, മംഗളം ടിവിയിലേക്ക് സ്വാഗതം. 18ാമത്തെ വയസ്സിൽ 40 കോടിയുടെ ബാധ്യതയിൽ നിന്നും, അല്ലെങ്കിൽ പാരമ്പര്യമായി 40 കോടിയുടെ ബാധ്യതയുള്ള ഒരു ബിസിനസ് സാമ്രാജ്യം, അതിൽ നിന്നും 27,000 കോടി, 3 ദശാബ്ദം പിന്നിടുമ്പോൾ 27,000 കോടിയുടെ ആസ്തിയുള്ള ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്ത മഹാമാന്ത്രികനായ ഒരു ബിസിനസ്സുകാരൻ, അങ്ങനെ തന്നെ പറയാം. അല്ലെങ്കിൽ ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ചാരത്തിൽ നിന്നും പറന്നുയർന്ന ഒരു ബിസിനസ്സുകാരൻ, അങ്ങനെയുള്ള ഒരാളാണ് എനിക്കൊപ്പം ഇന്ന് ചേരുന്നത്, ശ്രീ രാജ്മോഹൻ പിള്ള. അദ്ദേഹത്തെ പരിചയപ്പെടുത്തുമ്പോൾ മറ്റൊരു കാര്യം കൂടി, അദ്ദേഹത്തെ ഏറെ പെട്ടെന്നറിയാൻ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അദ്ദേഹം ബിസ്ക്കറ്റ് രാജാവ് എന്നറിയപ്പെട്ടിരുന്ന ശ്രീ രാജൻ പിള്ള തിഹാർ ജയിലിൽ വെച്ച് വളരെ ദുരൂഹമായ സാഹചര്യത്തിൽ മരണപ്പെട്ട ശ്രീ രാജൻ പിള്ളയുടെ സഹോദരൻ കൂടിയാണ്. ശ്രീ രാജ്മോഹൻ പിള്ള, സ്വാഗതം. താങ്ക് യു സോ മച്ച്. തീർച്ചയായിട്ടും ഞാൻ സാറിൻ്റെ പല അഭിമുഖങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും സാർ അത്യാവശ്യം വൈറലായിട്ടുള്ള ഒരാളാണ്, നല്ലൊരു ഫിഗറാണ്. അപ്പോൾ എനിക്ക് ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, കശുവണ്ടിയിൽ നിന്നും കനകം വിളയിച്ച ആളാണ്. അതാണ് ഏറ്റവും രസകരമായ കാര്യം. 75 കൺട്രികളിലേക്ക് എക്സ്പോർട്ട്, 5 കൺട്രികളിൽ ബിസിനസ്. ചെറിയ കക്ഷിയല്ല, വലിയ കക്ഷിയാണ്. അപ്പോൾ അത് അതിശയിപ്പിക്കുന്ന ഒരു സാമ്രാജ്യം തീർത്തു. അപ്പോൾ ഞാൻ അതിൽ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, സാറിൻ്റെ അഭിമുഖങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, വളരെ പോസിറ്റീവായിട്ടാണ് എപ്പോഴും. എല്ലാ സംസാരങ്ങളും പോസിറ്റീവാണ്, എല്ലാ ടോക്കും പോസിറ്റീവാണ്, ഇൻസ്പയറിംഗ് ആണ്. എവിടെ നിന്നാണ് ഈ ഇൻസ്പയറിംഗ്, അങ്ങനെ ഈ സമൂഹത്തിന് ഇൻസ്പയറിംഗ് ജീവിതാനുഭവങ്ങളാണോ, അതോ എവിടെ നിന്നാണ് ഈ പോസിറ്റീവ് തോട്ട്സ് മാത്രം വരുന്നത്? ഇതെല്ലാം 6 അടിയുടെ അകത്ത് നിൽക്കുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ അച്ഛൻ്റെ ഒരു ബുക്ക് എഴുതി, അതിൻ്റെ ഹെഡിങ് തന്നെ ജീവിതത്തിൻ്റെ നാടകം എന്ന് പറഞ്ഞാൽ. അച്ഛനായിരുന്നു അത് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതെല്ലാം നിന്നെ ഒരു സമയത്ത് ഒരു രാജാവായിട്ട് ആക്ട് ചെയ്യാൻ പറയും, ഒരു സമയത്ത് നിന്നെ ജയിലിൽ പിടിച്ചിടും. അത്രേ ഉള്ളൂ ഇത്. ആ 2 സമയത്ത് നന്നായിട്ട് ആക്ട് ചെയ്യാം. ശരിക്കും ജീവിതത്തിൽ ഈ 2 തലങ്ങളും കണ്ടിട്ടുണ്ട്, എല്ലാ തലവും കണ്ടിട്ടുണ്ട്, അടുത്ത് ഇത് ചെയ്തിട്ടുണ്ട്. രാജനാണെങ്കിൽ ഏറ്റവും നല്ല റൂമും ഏറ്റവും എപ്പോഴും ഫസ്റ്റ് ക്ലാസ്, അല്ലെങ്കിൽ രാജനൻ്റെ തന്നെ എയർക്രാഫ്റ്റിലേ ഫ്ലൈ ചെയ്തിട്ടുള്ളൂ. അങ്ങനത്തെ ഒരാൾക്ക് ഒടുക്കം വന്ന് ഒരു അഡ്രസ്സ് കിട്ടിയ നമ്പർ 4 തിഹാർ ജയിലിൽ. അപ്പം ഇതാ ഒരു ആളുടെ ലൈഫ് ഇത്രയേ ഉള്ളൂ. ഈ വിധി എന്ന് പറയുന്ന സംഭവം ഭയങ്കര ഒരു സംഭവമാണല്ലേ? നല്ല സംഭവം. അതിൽ നമ്മൾ അത് എങ്ങനെയാണ് എടുക്കുന്നതെന്ന്. ഇപ്പം എൻ്റെ അച്ഛനാണെങ്കിൽ മരിച്ചപ്പോൾ ആ ലയബിലിറ്റി അപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷെ അച്ഛൻ ഒരു ഫിലോസഫി സ്റ്റുഡൻറ്റ്, യൂണിവേഴ്സിറ്റി കോളേജിലെ ഫിലോസഫി സ്റ്റുഡൻറ്റ്. അച്ഛൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്, എനിക്ക് സന്തോഷമാണ് അന്നും നീയെങ്കിലും ഉണ്ടല്ലോ എന്നെ നോക്കാൻ. ഞാൻ ജനിച്ചപ്പോൾ എനിക്കൊന്നുമില്ലായിരുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ഒരു ഫാമറിൻ്റെ മോനായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ കല്യാണം കഴിച്ച് എല്ലാ ബിസിനസ്സും അച്ഛൻ അപ്പോഴും അമ്മയുടെ പേരിലേ ചെയ്തിട്ടുള്ളൂ. ബിക്കോസ് അച്ഛനല്ല ഒന്നും കൊണ്ടുവന്നത്. ശരിക്കും ആ ഒരു കഥ നല്ലതാണ്. അതായത് ഈ അച്ഛൻ സൗത്ത് ഇന്ത്യയിലെ അല്ലേ ഏറ്റവും റിച്ച് ആയിട്ടുള്ള ആളായിരുന്നു അല്ലേ, ഒരു ശതകോടീശ്വരൻ. ആ സമയത്ത് ശതകോടീശ്വരൻ അല്ലേ, ഇപ്പോഴൊക്കെ ആണെങ്കിൽ അത് സഹസ്രത്തിനും കടന്നു പോകും. അപ്പോൾ അന്നത്തെ ഒരു ശതകോടീശ്വരനെ, അച്ഛൻ ശതകോടീശ്വരനായ ഒരു കഥ, അതും ശരിക്കും ഒരു നല്ലൊരു കഥയാണ്. അതെങ്ങനെയാണത്? അച്ഛനാണെങ്കിൽ 4ാം ക്ലാസ്സിലായിരുന്നപ്പോൾ തൊട്ട്
എൻ്റെ അപ്പൂപ്പൻ്റെ കൂടെ പോയി ജോലി ചെയ്യാനായിട്ട് പോയി. അതെ. അന്ന് സ്കൂളിൽ പോയി അപ്പൂപ്പനാണോ വെണ്ടർ കൃഷ്ണപിള്ള? അപ്പൂപ്പനാ വെണ്ടർ കൃഷ്ണ. അപ്പം അപ്പൂപ്പൻ അന്ന് ബിസിനസ്സും പൈസയെല്ലാം ഉള്ള ആളാണ്. അപ്പം അച്ഛൻ അവിടെ ചെന്ന് ജോലി ചെയ്യുന്നതുകൊണ്ട് അച്ഛൻ്റെ 2 ബ്രദേഴ്സും അവിടെ കൊണ്ടുപോയി വന്ന് താമസിക്കാൻ അവരുടെ ഫുഡും എല്ലാം അച്ഛൻ കൊടുക്കും, അവരുടെ ഫീസെല്ലാം അപ്പൂപ്പൻ കൊടുക്കും. അപ്പം അച്ഛൻ എന്നും ഈ പഠിത്തം കഴിഞ്ഞിട്ട് ഈ ഫാക്ടറീസിലെല്ലാം പോയി എല്ലാ കണക്കെടുത്തുകൊണ്ട് രാത്രി കൊണ്ടുവന്ന് അപ്പൂപ്പന് കൊടുക്കണം. അതായിരുന്നു അച്ഛൻ്റെ ജോലി. അതായിട്ട് കഴിഞ്ഞ് പിന്നെ അങ്ങ് ലയിച്ച് അവിടെ തന്നെ ആയിരുന്നു ഫുൾ ലൈഫ്. അപ്പം അച്ഛന് വേറെ 2 സിസ്റ്റേഴ്സ് ഉണ്ട്, ഈ ബ്രദേഴ്സ് ഉണ്ട്. അച്ഛനും അമ്മയ്ക്കും പൈസയൊന്നും ഇല്ല. അതുകൊണ്ട് ഇതിലോട്ടങ്ങ് ആയിപ്പോയി. അവിടുത്തെ ഒരു ബേസിക്കായിട്ട് ഒരു റിലേറ്റീവ് ആണെങ്കിലും അന്നത്തെ രീതിയിൽ അവിടുത്തെ ഒരു ജോലിക്കാരനെ പോലെ അങ്ങ്. അതായത് ശരിക്കും 2 കാര്യങ്ങളാണ് അവിടെ. അപ്പോൾ അദ്ദേഹം ഈ വെണ്ടർ കൃഷ്ണപിള്ളയുടെ മനസ്സ് കീഴടക്കണമെങ്കിൽ ഒന്ന് സത്യസന്ധത, 2 ആത്മാർത്ഥത. വെരി ട്രൂ. അത് കഴിഞ്ഞിട്ട് അപ്പൂപ്പൻ മരിച്ചപ്പം ബാക്കി എല്ലാ ബ്രദേഴ്സും അക്സെപ്റ്റ് ചെയ്ത് എൻ്റെ അച്ഛനായിട്ടാണ് അവിടുത്തെ കാരണവരായിട്ടില്ല. അതെ. ബിക്കോസ് ഹി വാസ് ദി ഓൾഡസ്റ്റ് ആൻഡ് പണ്ടുതൊട്ടേ അപ്പൂപ്പനെ അറിയാം. ഈ അപ്പൂപ്പന്റെ കയ്യിൽ നിന്നും കിട്ടിയ ആ ഒരു സമ്പത്ത് അല്ലേ, അത് അമ്മയ്ക്ക് വേണ്ടി മുത്തച്ഛൻ കൊടുത്തു. മുത്തച്ഛൻ കൊടുത്തത് അതിൽ നിന്നും ബിസിനസ് ഡെവലപ്പ് ചെയ്ത ആളാണ് ജനാർദ്ദനൻ പിള്ള, അങ്ങയുടെ അച്ഛൻ. കറക്റ്റാ. എന്നിട്ട് അന്നത്തെ ടാറ്റാസിന്റെ പാർട്ട്ണറായിരുന്നു. അന്ന് ഷിപ്പിംഗ് കമ്പനി ഉണ്ടായിരുന്നു, 6 ഷിപ്സ് ഉണ്ടായിരുന്നു. അന്ന് നമുക്കൊന്ന് ആലോചിക്കാൻ സ്വന്തമായിട്ട് 6 ഷിപ്പ് ഉണ്ടായിരുന്നു. സ്വന്തമായിട്ട് ഈ കാഷ്യൂസിൽ വേൾഡിലെ ലാർജസ്റ്റ് ടെക്സ്റ്റൈൽ എക്സ്പോർട്സ് ഉണ്ടായിരുന്നു, ലെതർ എക്സ്പോർട്സ് ഉണ്ടായിരുന്നു. ഈ ഏറ്റവും വലിയ ഇന്നിപ്പം യൂസുഫ് അലി മീറ്റ് എക്സ്പോർട്ടർ എന്ന് പറയുന്ന ഏറ്റവും വലിയ അന്നത്തെ മീറ്റ് എക്സ്പോർട്ടർ അച്ഛനായിരുന്നു ഇന്ത്യയിൽ നിന്ന്. അപ്പം ബോത്ത് ലൈവ് ആൻഡ് ഹി മീറ്റ്. എൻ്റെ അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു ഈ മീറ്റ് എക്സ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഏറ്റവും വലിയ മീറ്റ് എക്സ്പോർട്ടർ ഉണ്ട്. അന്ന് ഏറ്റവും വലിയ ട്രെയിലേഴ്സ് അശോക് ലൈലൻഡിൽ നിന്ന് അച്ഛന് വേണ്ടിയ ഫസ്റ്റ് ട്രെയിലർ ഇന്ത്യയിൽ ഉണ്ടാക്കുന്നത്. അപ്പം എന്നിട്ട് 5 5-സ്റ്റാർ ഹോട്ടൽസ് ആയിരുന്നു ഉള്ളത് ഗോവയിൽ. അപ്പം ഇതായിരുന്നു അന്നത്തെ ഒരു രാജ്യം. അപ്പം അന്നില്ല ഈ ഇൻകം ടാക്സിന്റെ ആളുകളെല്ലാം പറയുന്നത് ടാറ്റ, ബിർള, ജനാർദ്ദനൻ പിള്ള എന്നാണ്. ശരി. അപ്പൊ അത്ര വലുതായിരുന്നു. പക്ഷേ ഓരോ സമയം കഴിയുമ്പം ആളുകളുടെ മൈൻഡ് ലേറ്റസ്റ്റ് ആളുകളുടെ അടുത്ത് അങ്ങ് പോകും. അത് കഴിഞ്ഞ് ഒരു സമയത്ത് ഞാൻ എവിടെ ചെന്നാൽ, അമേരിക്കയിൽ ചെന്നാലും എവിടെ ചെന്നാലും ജനാർദ്ദനൻ പിള്ളയുടെ മകനായിട്ടായിരുന്നു. അത് കഴിഞ്ഞ് രാജനും വന്ന് ആ സീൻ അങ്ങ് അമിതാഭ് ബച്ചൻ ഒരു സീനി വരുന്ന പോലെ ബാക്കി എല്ലാരും എത്ര ആക്ട് ചെയ്താലും അദ്ദേഹം വന്ന് നിൽക്കുമ്പോഴത്തേക്ക് ഒന്ന് ചിരിച്ചാൽ മതി, എല്ലാ വ്യൂസും അങ്ങോട്ടങ്ങ് പോകും. അതെ, ശരിക്കും പറഞ്ഞാൽ ഈ വെണ്ടർ കൃഷ്ണപിള്ളയെന്ന് ഈ ജനാർദ്ദനൻ പിള്ളയിലേക്ക് എത്തുമ്പോൾ ഒരു വലിയ സാമ്രാജ്യം അദ്ദേഹം കെട്ടിപ്പടുത്തൂല്ലേ? അതായത് വെണ്ടർ കൃഷ്ണപിള്ള എന്താണോ ഉദ്ദേശിച്ചത് അതിൻ്റെ 10 മടങ്ങ് പോയി അദ്ദേഹം. ഡെഫിനറ്റായിട്ട് നന്നായിട്ട്. അച്ഛൻ അന്ന് തന്നെ ഈ ഏറ്റവും നല്ല ഫോറിൻ അമേരിക്കൻ യൂണിവേഴ്സിറ്റീസിൽ നിന്ന് ഉള്ള കുട്ടികളെ തന്നെയായിരുന്നു മാനേജിങ് ഡയറക്ടേഴ്സായിട്ട് വെച്ചത്. ഒരു സിസ്റ്റം ഉണ്ടാക്കാൻ നോക്കിയ ഒരാളാണ്. ഇതെല്ലാം അൺഫോർച്ചുനേറ്റ് ആയിട്ട് ഈ കാഷ്യൂസിൽ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ട് അന്ന് ഇന്ദിരാഗാന്ധിയും ബ്രഷ്നവും കൂടെ ഒരു ട്രേഡ് വാർ ഉണ്ട്. ഇന്നത്തെ നമ്മളെ ഈ ടാരിഫും റഷ്യ, അന്ന് USSR ആയിരുന്നു. അന്ന് അവരായിരുന്നു നമ്മളുടെ ഏറ്റവും വലിയ ട്രേഡിംഗ് പാർട്ട്നേഴ്സ്. നമ്മളൊരു സോഷ്യലിസ്റ്റിക് റിപ്പബ്ലിക് ആയിട്ട് അവരുടെ കൂടെ ഒരു കൊച്ചൊരു അലൈൻമെന്റ് ഉണ്ടായിരുന്നു. പിന്നെ എല്ലാ ആംസും അവിടുന്ന് വരുന്നത്. അപ്പം നമ്മളുടെ എല്ലാ എക്സ്പോർട്സും അവിടെയായിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അവരുടെ ഈ വഴക്കുണ്ടായിരുന്നപ്പം ഈ കംപ്ലീറ്റ് ആയിട്ട് ഈ കാഷ്യൂസ് മേടിക്കുന്നത് അങ്ങ് നിർത്തി. അവരായിരുന്നു ലാർജസ്റ്റ് ബയേഴ്സ്. മാർക്കറ്റില്ല, ഷെയർ മാർക്കറ്റ് ഇപ്പം 100 രൂപ ആയതുപോലെ 50 രൂപ ആയെന്ന പോലെ നമ്മളുടെ ഈ ഷെയർസ് ഹോൾഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു ഫുഡ് ഐറ്റം ഒരിക്കലും നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. നമുക്കത് വിൽക്കാനായിട്ടും കംപ്ലീറ്റ് എനാർക്കി ആ ഫുൾ സിസ്റ്റത്തിൽ വന്നു. ഫാക്ടറീസിലാണെങ്കിലും ആളുകൾ കട്ടെടുക്കാൻ തുടങ്ങി, ആളുകൾ അങ്ങ് മാറാൻ തുടങ്ങി. ഈ ഓഡിറ്റ് ഒന്നും ഫയൽ ചെയ്തില്ല, സെയിൽസ് ടാക്സിന്റെ റിട്ടേൺസ് കൊടുത്തില്ല. ഇതെല്ലാം പതുക്കനെ നമ്മളെ എഫക്റ്റ് ചെയ്യും. ആ സമയത്ത് അച്ഛനൊരു ഹാർട്ട് അറ്റാക്കും വന്നു, ICUയിലും അങ്ങ് പോയി. ഈ വീഴ്ച എവിടെയെങ്കിലും ഒരു തുടങ്ങുന്ന സമയത്ത് എല്ലാം കൂടി ഒരുമിച്ചടിക്കും. ആ വീഴ്ച വരേണ്ട സമയം എല്ലാം തെറ്റും.
എല്ലാം തെറ്റ്. അവിടെ ബോഡി വരെ പ്രശ്നം ഉണ്ടാക്കി എല്ലാം. എന്നിട്ട് അപ്പം നമുക്ക് ICU നിന്ന് നമുക്ക് ഫോൺ വിളിക്കാൻ പറ്റത്തില്ല, ജോലി ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ആരെല്ലാം ഒരു ഓർഗനൈസ് നമ്മൾ ആലോചിക്കേണ്ട, അന്ന് 1,50,000 വർക്കേഴ്സ് ഉള്ള ഒരു ബിസിനസ് മാനാ. അപ്പൊ അത്രയും 1981-82 അന്ന് 1.5 ലക്ഷം തൊഴിലാളികളുള്ള 1.5 ലക്ഷം തലവൻ 16 കോടി രൂപയായിരുന്നു ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഉള്ള. അന്ന് ആർക്കും ഇല്ല അത്രയും വലിയ 16 കോടി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു 1,600 കോടി. 1,600 16,000-17,000 ക്രോസിന്റെ വിലയുണ്ട്. അന്നൊരു സ്ഥലം മേടിച്ചിട്ടായിരുന്നെങ്കിൽ, 16 കോടി രൂപയുടെ സ്ഥലം മേടിച്ചിട്ടായിരുന്നെങ്കിൽ ഇന്ന് അത് 1 ലക്ഷം കോടി രൂപയുടെ 16 കോടിക്ക് ഏതാണ്ട് ഒരു ജില്ല കിട്ടും ഈസി ആയിട്ട്. അപ്പൊ അത്ര വലിയ ഒരാള്. പക്ഷെ അന്നും അദ്ദേഹം വളരെ സിമ്പിൾ ആയിരുന്നു. അദ്ദേഹം അറിയാമായിരുന്നു, ബിക്കോസ് ഹി കെയിം ഫ്രം എ പുവർ ഫാമിലി. ഒരു അസറ്റ്സും അച്ഛനായിട്ട് വെച്ചില്ല. എല്ലാം അമ്മയുടെ ആയിരുന്നു. അമ്മയുടെ പേരിൽ തന്നെ ആയിരുന്നു ബിസിനസ് ചെയ്യുന്നതും. അവിടെ ഒരു എത്തിക്സിന്റെ ഒരു വഴിയുണ്ട്. അതായത് അമ്മയുടെ പേരിലാണ് മുത്തച്ഛൻ അമ്മയ്ക്ക് കൊടുത്ത സ്വത്താണ്. ആ അമ്മയ്ക്ക് കൊടുത്ത സ്വത്ത് അമ്മയുടെ പേരിൽ തന്നെ അച്ഛൻ സൂക്ഷിച്ചു. അത് മരുമകൻ എന്ന രീതിയിൽ അത് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ശ്രമിച്ചില്ല. ഇല്ല അത് അങ്ങനത്തെ ഒരു വിചാരമില്ല. ബിക്കോസ് ഇത് രണ്ടാണെന്ന് കൊച്ചിലെ തൊട്ടേ ആ ഫാമിലിയിൽ അങ്ങ് ജീവിക്കുക. അമ്മയെ ഫസ്റ്റ് സൂയില് എടുത്തോണ്ട് പോകുന്ന അച്ഛനാ. ട്രിവാൻഡ്രം സൂയിൽ വന്ന് കാണിച്ച്. അന്ന് അതായത് അമ്മ ജനിക്കുമ്പോൾ അച്ഛൻ വീട്ടിലുണ്ട്. എന്നിട്ട് അമ്മയെടുത്ത് വെറുതെ പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ ഏറ്റവും വലിയ മുട്ട ആന മുട്ടയാണ്. ഇത് സ്കൂളില് ടീച്ചർ ചോദിച്ചു, അറിയാവോ ഏതാ ഏറ്റവും വലിയ മുട്ടാണ്? അപ്പൊ എൻ്റെ അമ്മ എണീച്ചു എന്ന് പറഞ്ഞ ആന മുട്ട. അത് എല്ലാവരും ചിരിക്കാനുള്ളത്. അമ്മയ്ക്ക് ഭയങ്കര അപ്സെറ്റ് ആയിപ്പോയി. ബിക്കോസ് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു അന്നൊരു ജോക്കായിട്ട് പറഞ്ഞത് ഒരു കൊച്ചുകുട്ടി എടുത്ത്. അന്ന് ഓസ്ട്രിച്ച് മുട്ടയാണെന്ന് അറിഞ്ഞുകൂടാ ഇതായിട്ട്. ഈ അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് ഉള്ള ആളുകളാ അവരൊടുക്കാൻ കല്യാണം കഴിച്ചതും എല്ലാം. അപ്പം ഇവർ ഒരിക്കലും അച്ഛനൊരു ആ ഫാമിലിയും നമ്മളെ ഫാമിലിയായിട്ട് ഒരു അതായത് ഈ അമ്മയായിട്ടാണെങ്കിലും ഒരു അപരിചിതത്വം ഇല്ല, ഒട്ടുമില്ല. അതായത് കറക്റ്റ് ലൈഫ് എൻ്റയർ ലൈഫും ഒരുമിച്ച് ജീവിച്ച അങ്ങനെ തന്നെ പറയാം അല്ലേ? എൻ്റയർ ലൈഫ് ഒരുമിച്ച് ജീവിച്ചു, ജനിച്ചപ്പോൾ തൊട്ട് മരിച്ചപ്പോൾ വരെ അച്ഛനുമായിട്ട്. കറക്റ്റ്. പക്ഷെ അമ്മയ്ക്ക് പ്രോബ്ലം ഉണ്ടായിരുന്നു ഇവരുടെ വീട്ടിൽ വന്നപ്പം. ബിക്കോസ് അമ്മ വാസ് ഫ്രം എ വെരി റിച്ച് ഫാമിലി. ഇവരുടെ വീട്ടില് വളരെ കുറച്ച് ഫുഡ്, ക്ലെൻലിനെസ് കുറവ്, ടോയ്ലറ്റ്സ് എല്ലാവരും ഷെയർ ചെയ്യുന്ന ഒരു വീടായിരുന്നു. എന്നാലും അമ്മ ഒന്നും പറഞ്ഞില്ലെങ്കിലും അമ്മയ്ക്ക് ഭയങ്കര ഒരു വലിയൊരു വ്യത്യാസമായിരുന്നു ഇവരുടെ വീട്ടിൽ വരുന്നത്. പിന്നെ കുറേ കാലം എടുത്തു കാര്യങ്ങൾ ശരിയാവാനായിട്ടും ഈ കാര്യങ്ങളെല്ലാം. അപ്പം ആദ്യമേല്ലാം സൈക്കിളിലെല്ലാം പോയ ഒരാള് ഞാനെല്ലാം ജനിക്കുന്നതെല്ലാം സമയത്താ കാസും ഈ ബെൻസ് കാറും എല്ലാം മേടിക്കുന്ന ഒരിതായിട്ട്. അച്ഛൻ അന്ന് ബെൻസ് കാർ ഉണ്ടായിരുന്ന കേരളത്തിലെ അല്ലേ രാജാവ് കഴിഞ്ഞാൽ ബെൻസ് കാർ ഉണ്ടായിരുന്നു. എസ് ക്ലാസ് ബെൻസ് രണ്ടുപേർക്കേ ഉള്ളായിരുന്നു. അപ്പൊ എസ് ക്ലാസ് ബെൻസിൽ കോളേജിൽ പോയ ഒരാളാണ് താങ്കൾ. ഒരുപക്ഷെ കേരളത്തിൽ അങ്ങനെ ഭാഗ്യം ലഭിച്ച ഒരാൾ ഉണ്ടാവാൻ സാധ്യതയില്ല. ഇല്ലല്ലോ, ഒരാളും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ ഇപ്പൊ ഉണ്ടാവും. ഇപ്പൊ ഇഷ്ടംമാതിരിയാണ്. ഇപ്പൊ ബെൻസ് എന്നൊന്നും പറഞ്ഞാൽ ഒന്നുമല്ല, കാലം മാറിപ്പോയി. പക്ഷെ ആ ഒരു കാലഘട്ടത്തിൽ, അതായത് 40 കൊല്ലം മതിയോ? 40 കൊല്ലം മുമ്പ്. അതെ, 40 കൊല്ലം മുമ്പ് ഏകദേശം എസ് ക്ലാസ് ബെൻസിൽ കോളേജിൽ പോകാന്ന് പറഞ്ഞാൽ അന്ന് ശരിക്കും പറഞ്ഞാൽ മഹാരാജാവിനെ പോലെ തന്നെ നമ്മൾ റെസ്പെക്ട് ചെയ്യപ്പെടും. ആളുകൾ മുഴുവൻ ഈ വണ്ടി പോകുമ്പോൾ നോക്കി നിൽക്കും. അതുപോലൊരു കാലഘട്ടം. നമ്മളത് അറിയത്തില്ല. അതെ, ഈ ഒരു റിച്ച് ഫാമിലി താമസിക്കുന്ന ഒരു കുട്ടിക്ക് ഡസ് നോട്ട് അണ്ടർസ്റ്റാൻഡ് മറ്റൊരു ലോകം. എനിക്ക് അവിടെ ഒരു ചോദ്യമുള്ളതെന്ന് വെച്ചാൽ 18 വയസ്സ് വരെ നമ്മളിങ്ങനെ സമ്പന്നതയുടെ ഇങ്ങനെ നെറുകയിൽ നിൽക്കുവാണ്. അതായത് ഒന്നിനും നോക്കേണ്ട കാര്യമില്ല, ഒരു പ്രശ്നങ്ങളുമില്ല. സാധാരണ കുട്ടികൾക്ക് അന്ന് ഫുഡ് പ്രശ്നമാണ്, വസ്ത്രം പ്രശ്നമാണ്, ജീവിത സാഹചര്യങ്ങളെല്ലാം പ്രശ്നമാണ്. 50 പൈസ വേണ്ട, 5 പൈസ ഫീസ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതില്ലാത്ത കാലഘട്ടമാണത് ശരിക്കും. അതിൽ നിന്ന് നമ്മളിങ്ങനെ സമ്പന്നതയുടെ നെറുകയിൽ നിൽക്കുന്നു. അതായത് ഒരു തിളച്ച് പൊങ്ങുന്ന പ്രായം. 18 വയസ്സെന്നൊക്കെ പറഞ്ഞാൽ 15 കഴിയുമ്പോൾ തൊട്ട് 16, 17, 18 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തിളച്ച് പൊന്തുന്ന ഒരു പ്രായമാണ്. അപ്പോൾ നമുക്ക് കാശിങ്ങനെ അതുപോലെ ഉണ്ട് അല്ലെ, എന്ത് സംവിധാനമുണ്ട്, കാറുണ്ട്, എല്ലാം ഉണ്ട്, എന്തും കിട്ടും. പക്ഷെ ആ ഒരവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് ഈ 18ാമത്തെ വയസ്സിൽ 40 കോടിയുടെ ബാധ്യത, അതായത് ഈ റഷ്യൻ ഉപരോധം വരുന്നു, എക്സ്പോർട്ട് തകരുന്നു,
അച്ഛൻ്റെ ബിസിനസ് പ്രശ്നമാകുന്നു, 40 കോടിയുടെ ബാധ്യത വരുന്നു. സ്റ്റണ്ടായി പോയോ സമയത്ത്? ആണ്. അപ്പോഴാണ് ഞാനാണെങ്കിൽ ഈ ലോകം എന്തുവാന്ന് കണ്ടത്. നമ്മളെ എപ്പോഴും വന്ന് എല്ലാവരും ഫ്രം ദ ചീഫ് മിനിസ്റ്റർ ടു ദി പ്രൈം മിനിസ്റ്റർ വീട്ടിൽ വരുന്ന ഒരു വീടാണ്. സഡനായിട്ട് ആരും ഇല്ലാതെയായി. സഡനായിട്ട് ആകെപ്പാടെ വന്ന് ചോദിക്കാനുള്ള പൈസ വല്ലതും കിട്ടാനുള്ള ആളുകൾ വന്ന് ചോദിക്കാൻ തുടങ്ങി. അവരുടെ വോയിസും ടോണും എല്ലാം മാറാൻ തുടങ്ങി. കാര്യങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റാതെ ഇരിക്കുന്ന, നമ്മളുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ നമ്മളെ ഒന്നി വിട്ടുപോകും, അല്ലെങ്കിൽ നമ്മളെ റെസ്പെക്ട് ചെയ്യത്തില്ല. അവരുടെ ടോണും ഭാവവും എല്ലാം മാറിപ്പോയി. നമ്മളുടെ തന്നെ ഫാമിലി സഡനായിട്ട് നമ്മൾ അവരായിട്ട് വിസിറ്റ് ചെയ്യാൻ പോയാൽ അവർക്ക് പേടിയാ, നമ്മൾ പൈസയ്ക്ക് വേണ്ടിയാണോ പോകുന്നതെന്ന് ഉള്ള പേടിയാ. എല്ലായിടത്തും നമുക്കാണെങ്കിൽ ആളുകൾ ആർ സ്റ്റാർട്ടിങ് ടു അവോയ്ഡ് യു ബിക്കോസ് ഇന്ത്യയിലെ അന്നത്തെ ഏറ്റവും ലാർജസ്റ്റ് ലയബിലിറ്റിയാണ്. ബാങ്ക് കൊടുത്ത ഏറ്റവും വലിയ ഈ കേസ് അന്ന് അച്ഛൻ്റെ പേരില്ല. ബിക്കോസ് ബൈ ഡിഫോൾട്ട് ഏറ്റവും വലിയ ഇതാകുമ്പോൾ അങ്ങനെ വരുന്നവര്. അന്ന് എല്ലാവർക്കും പേടിയാ. ആകെപ്പാടെ എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞാൽ നിങ്ങൾ ഇവിടുന്ന് ഓടിപ്പോയിക്കോ, ബിക്കോസ് ആർക്കും ഇത് നിങ്ങൾക്ക് പേ ചെയ്യാൻ പറ്റാത്ത. അവിടെയാണ് ഈ ബന്ധുവാര് ശത്രുവാരെന്നുള്ള തിരിച്ചറിയുന്ന ഒരു റിയാലിറ്റിയുടെ ടൈമാണത് അല്ലേ? ആരും ഇല്ല ബന്ധുക്കള്. നമുക്കൊരു പ്രോബ്ലം വരും, ആരും ഇല്ല ബന്ധുക്കള്, ശത്രുക്കൾ മാത്രമേ ഉള്ളൂ. ശത്രുക്കളല്ല, ആളുകൾക്ക് അവർക്കൊരു പ്രോബ്ലം വരണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ അവോയ്ഡ് ചെയ്യും. നമ്മളൊരു ലെപ്പറിനെ എല്ലാം പോലെ ഒരു ഓസ്ട്രിസൈസ്ഡ് ആവും. നമ്മളുടെ തന്നെ സിസ്റ്റേഴ്സ്, എൻ്റെ ഹസ്ബൻഡ്സ്, ബ്രദേഴ്സ് എല്ലാവരും ഈ അച്ഛൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ ഈ സ്തുതി പാടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ പറയും, എനിക്ക് അന്നേ അറിയായിരുന്നു ഇയാൾക്ക് ബിസിനസ് അറിയാം, അന്നേ ഇയാൾ. അപ്പം ഞാനാണെങ്കിൽ 18 വയസ്സില്ല, ഇവരെല്ലാവരും മൂത്തയായിട്ടല്ല കാണുന്നത്. അവർ പറയും എനിക്ക് പണ്ടേ അറിയായിരുന്നു, ഇങ്ങനെ പോയാ ഇതേ എത്രത്തോളം എന്നെല്ലാം പറയാം. അപ്പം നമുക്ക് കൺഫ്യൂഷൻ, ഏതാ കറക്റ്റ്, അച്ഛൻ ചെയ്തായിരുന്നോ കറക്റ്റ്, അതോ അവരിപ്പോൾ പറയുന്നതാണോ കറക്റ്റ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഒരു ഭയങ്കര ഒരു അവിടെ ഒരു സംഭവം ഈ പറയുന്ന രീതിയിൽ ഈ അന്ന് ഈ റഷ്യൻ ഉപരോധം ഉണ്ടാവുന്നില്ല, ഈ ലോഡ് വീണ്ടും പോകുന്നു, എക്സ്പോർട്ട് നടക്കുന്നു, നമ്മൾ വീണ്ടും റിച്ച് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമുണ്ട്. അങ്ങനെ സംഭവിക്കാമല്ലോ, ലൈഫിൽ 2 ടേൺ ആണല്ലോ. അതായിരുന്നെങ്കിൽ എല്ലാവരും ഹാപ്പി ആയിരുന്നു, അല്ലെങ്കിൽ എല്ലാവരും. പക്ഷെ എനിക്ക് തോന്നി എൻ്റെ ലൈഫിൽ ഇത് കണ്ടുകൊണ്ട് എനിക്ക് ആളുകളെ മനസ്സിലാക്കാൻ പറ്റും. മറ്റേത് മാത്രം കണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും ജീവിതം മനസ്സിലാവത്തില്ലായിരുന്നു. ഒരു വൻ വീഴ്ച, ഒരുപാട് പാഠങ്ങളേ ഉള്ളൂ. പക്ഷെ അതിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്. അപ്പം എല്ലാവരും അങ്ങ് എഗൻസ്റ്റ് ആവും, എവ്രിബഡി. അപ്പം ആ സമയത്ത് എൻ്റെ അമ്മയായിരുന്നു ഈ പ്രാർത്ഥനയും നല്ല കാര്യങ്ങളും യു കീപ്പ് ഓൺ ഡൂയിങ് ഇറ്റ്, എന്നിട്ട് എപ്പോഴെങ്കിലും ഇതിൻ്റെ ഒരു ലൈറ്റ് കാണും എന്ന് പറയുന്നത്. അതായത് അന്ന് മറ്റു മേഖലകളിലേക്ക് തിരിയാമായിരുന്നു, അപ്പോഴും ബിസിനസ്സിൽ കീപ്പ് ചെയ്യാൻ പ്രേരിപ്പിച്ചത് അമ്മയാണ്. അമ്മ പറഞ്ഞു, ഇത് നീ ഈ ലയബിലിറ്റി തീർക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കി എല്ലാവരും പറഞ്ഞു ഓടിപ്പോ, ദർ ഇസ് നോ അതർ, ഇൻക്ലൂഡിങ് അച്ഛൻ പറഞ്ഞു എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, എൻ്റെ ഏറ്റവും വലിയ സങ്കടം നിനക്കൊന്നും തരാൻ പറ്റാത്തയാണെന്ന്. അതെ. ആ സമയത്ത് ഈ രാജൻ പിള്ള അദ്ദേഹം എന്ത് ചെയ്യുന്നു? ആ സമയത്ത് അദ്ദേഹം അപ്പോഴത്തേക്ക് സിംഗപ്പൂരിൽ പോയി. അങ്ങനെ 21 വയസ്സിൽ തന്നെ അങ്ങ് സിംഗപ്പൂരിൽ പോയായിരുന്നു. അവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഒന്ന് പച്ച പിടിച്ച് വരുന്ന ഒരു സമയമായിരുന്നു. അപ്പൊ ഹീ കുഡിന്റ് ഹെൽപ്പ് അച്ഛൻ്റെ കാര്യങ്ങൾ. കാഷ്യൂനട്ട്സ്, ആൽമണ്ട്സ് എല്ലാം നമ്മൾ ഈ ക്യാൻ ചെയ്ത് വിൽക്കുമായിരുന്നു. അപ്പം പതുക്കനെ സിംഗപ്പൂർ, മലേഷ്യ, ഹോങ്കോങ്, ഓസ്ട്രേലിയയിലെല്ലാം എക്സ്പോർട്സ് തുടങ്ങി. ഈ കൺസ്യൂമർ പാക്കറ്റ് ഒലേ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. അതപ്പം നന്നായിട്ട് നല്ല ഒരു ബ്രാൻഡ്. ഈ ഇന്റർനാഷണൽ ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ ശരിക്കും നോർമലി നമ്മുടെ നാട്ടിലൊക്കെ നോർമൽ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അതാത് മേഖലയിൽ മാക്സിമം പോയാൽ ഒരു പാൻ ഇന്ത്യ, അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. ഈ ഇന്റർനാഷണൽ ട്രേഡിലേക്ക് എങ്ങനെയാണ് ശരിക്കും അതെങ്ങനെയാണ് സാധ്യമായത്? എങ്ങനെയാണ്? ഓക്കെ, അച്ഛൻ ആദ്യമേ തൊട്ടേ നമ്മൾ എക്സ്പോർട്സ് ആയിരുന്നു. അപ്പം നമുക്ക് വളരെ കോമൺ ആയിരുന്നു ഒരു റഷ്യൻ സായിപ്പിനെ ഒരു അമേരിക്കൻ സായിപ്പിൻ്റെ അടുത്ത് ഇൻട്രാക്ട് ചെയ്ത് ഒരു ബിസിനസ് ചെയ്യാനായിട്ട്, ഒരു കോൺട്രാക്റ്റ് ചെയ്യാനായിട്ട്. അത് രാജനൻ കണ്ട് വളർന്നതാണ് ഈ ഒരു ഹോൾ സിറ്റുവേഷൻ. അപ്പം എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ ഓൾട്ടർനേറ്റ് ഡേ ഒരു സമ്പടി, ഒരു ജാപ്പനീസ് വരുമായിരിക്കും,
ഒരു ഇംഗ്ലീഷ്മാൻ വരുമായിരിക്കും, അല്ലെങ്കിൽ അമേരിക്കൻ വരുമായിരിക്കും, അല്ലെങ്കിൽ ഒരു ഓസ്ട്രേലിയൻ വന്ന് നമ്മളോട് ഡിന്നറും ലഞ്ചസും ബിസിനസ് സംസാരിക്കുക, അതൊരു നോർമൽ കാര്യമായിരുന്നു. അതുകൊണ്ട് രാജനന് അതൊരു ഡിഫിക്കൽട്ടി അല്ലായിരുന്നു. ദ സെക്കൻഡ് അഡ്വാൻറ്റേജസ്, അച്ഛൻ ലാർജസ്റ്റ് എക്സ്പോർട്ടർ ആയതുകൊണ്ട് കുറേ ഫുഡ് കമ്പനീസിൽ അപ് ടു ദി ചെയർമാൻ നമ്മളുടെ ഫ്രണ്ട്സാണ്. അതുകൊണ്ട് അവർക്ക് വളരെ ഇഷ്ടമായിരുന്നു ഈ രാജനന്റെ ഒരു പൊളിറ്റിക്കൽ ബാക്കിംഗ് ആ സമയത്ത് ഉണ്ടായിരുന്നു. പൊളിറ്റിക്കൽ ബാക്കിംഗ് വളരെ ക്ലോസ് ആയിരുന്നു. നമ്മള് ഇന്ദിരാഗാന്ധിയും കരുണാകരനും. അന്ന് CM സ്റ്റീഫൻ ആയിരുന്നു ഏറ്റവും വലിയ ഫ്രണ്ട്. CM സ്റ്റീഫൻ കമ്മ്യൂണിക്കേഷൻ മിനിസ്റ്റർ ആയിരുന്നു സെൻട്രൽ ഗവൺമെന്റ് ഇന്ദിരാഗാന്ധിയുടെ ടൈമിൽ, ഏറ്റവും വലിയ ഫ്രണ്ട്. പക്ഷേ എല്ലാവരും ഫ്രണ്ട്സ് ആയിരുന്നു. അന്ന് ബാലകൃഷ്ണപിള്ള ഉണ്ടായിരുന്നു ആസ് എ ഫ്രണ്ട്. ഇതായിട്ട് വളരെ ഇതായിരുന്നു. ബേബി ജോൺ വളരെ ഫ്രണ്ട്ലി. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അതിസമ്പന്ന കുടുംബമാണ്, നല്ല ബിസിനസ്സുകാരാണ്, അവർക്കും ഗുണമുണ്ട്. ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ്. ഒരു പ്രാവശ്യം RSP ഒരു നേതാവ് ശ്രീധരൻ പിള്ളയാണെന്ന് തോന്നുന്നു, ഞങ്ങൾ വന്നുകൊണ്ടിരുന്നപ്പം അവിടെ സ്പീക്ക് ചെയ്യുന്നു. ജനാർദ്ദനൻ പിള്ളയുടെ മുഖത്ത് ആസിഡ് ഒഴിക്കണം, അത്ര ഒരു വല്ലാത്തൊരു ജീവിയാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് സ്പീക്ക് ചെയ്യുക. അപ്പം ഞാനും ഉണ്ട് അച്ഛൻ്റെ കൂടെ. ഇത് കേട്ടിട്ട് വന്ന് ഞങ്ങൾ വീട്ടിൽ എത്തിയപ്പോഴത്തേക്ക് അദ്ദേഹം നടന്ന് വീട്ടിൽ വരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇയാളെ ഞാൻ ഇപ്പൊ കണ്ടതല്ലേ ഉള്ളൂ അച്ഛനെ പറ്റി ചീത്ത പറയുന്നത്. അച്ഛൻ ചിരിച്ചപ്പോ ആ ചായ കുടിക്കാം, എപ്പോഴാ നീ ആസിഡ് കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചു. അവനെടാ നിന്റെ പേരല്ലാതെ വേറെ ആരുടെ പേര് പറയും? അതിപ്പോ നമ്മള് പണ്ട് ടാറ്റ ബിർള, ഇപ്പൊ അംബാനി അദാനി എന്ന് പറഞ്ഞ അതെ. അപ്പൊ ഈ ആളുകള് ശരിക്കും ഒരു കുശുമ്പിന്റെ ഘടകമുണ്ടല്ലേ? ഡെഫിനറ്റ് ആയിട്ട് അത് എനിക്ക് തോന്നുന്നു നോർമലാ. എന്തായാലും അതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും അല്ല. പക്ഷെ അച്ഛൻ്റെ ആ സിംപ്ലിസിറ്റി കൊണ്ട് ഇവരെല്ലാവരും വളരെ ഫ്രണ്ട്ലി ആയത്. അവരൊരിക്കലും ഒരു വ്യത്യാസമായിട്ട് കണ്ടിട്ടില്ല. ബിക്കോസ് അച്ഛൻ വന്ന വഴി ഇവർക്ക് എല്ലാവർക്കും അറിയാം. അച്ഛൻ നല്ല ബിസിനസ്സുകാരനാണ്. അച്ഛന് ടാക്ടിക്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ടാക്ടിക്സിനെ കാട്ടിയും അച്ഛൻ സിൻസിയറിറ്റി ഉണ്ട്. അച്ഛൻ ഒരിക്കലും ഇത് അഹങ്കരിച്ചിട്ടില്ല. അന്നും ഏറ്റവും കൊച്ചൊരു വാച്ചർ വന്ന് സംസാരിച്ചാൽ അയാളുടെ ഒരു കുട്ടിയൊക്കെ പറ്റി പറഞ്ഞാലോ, അതോ ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ എന്ന് പറഞ്ഞാലും സെയിം ഇൻട്രസ്റ്റ് അത് സോൾവ് ചെയ്യാനായിട്ട്. അതൊരു നേച്ചറായിരുന്നു. അതെനിക്ക് തോന്നുന്നു ഇത്രയും ഡിഫിക്കൽട്ടീസും ഇത്രയും ഇതും എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് വരുന്ന ഒരാളുടെ ആ ഇരുത്തം വളരെ കുറച്ച് ആളുകളുടെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എന്തായാലും ഈ രാജംപിള്ള ആ ഒരു സംഭവത്തിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് അതിനുശേഷം 18ാമത്തെ വയസ്സിന് ശേഷം നമ്മൾ ഇന്ന് കെട്ടിപ്പടുത്ത ഒരു സാമ്രാജ്യം ഉണ്ടല്ലോ, ആ സാമ്രാജ്യത്തിലേക്ക് എങ്ങനെ എത്തി? അതെ. അപ്പം ഈ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അന്ന് ഏറ്റവും സമ്പന്നൻ്റെ ടോട്ടൽ അസറ്റ് 3.5 കോടി രൂപയുള്ളൂ അന്നത്തെ. അപ്പം ഈ 40 കോടി രൂപ ലയബിലിറ്റി, കേരളത്തിന്റെ ബജറ്റ് പോലും അത്രയും കാണൂല, ഇല്ലായിരിക്കും. അപ്പം 40 കോടി രൂപ ലയബിലിറ്റി ഉള്ള ഒരു കാര്യത്തിൽ ഈ 3.5 കോടി, ഫസ്റ്റ് ഓഫ് ഓൾ ഈ 3.5 കോടി എല്ലാം അറ്റാച്ച്ഡാണ്. അത് വെച്ച് എന്തോ ചെയ്താലും ഒന്നും നടക്കത്തില്ല. അപ്പം ഞാൻ അറിഞ്ഞു, ഞാൻ റിയലൈസ് ചെയ്ത് ഇത് ഈ ബിസിനസ് ഒരു സൈഡിൽ നന്നായിട്ട് വലുതാക്കിയാലേ ഉള്ളൂ ഈ ലയബിലിറ്റീസ് നമുക്ക് പേ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലാതെ ഈ എത്ര രൂപ നമ്മൾ സേവ് ചെയ്താലും ഒന്നും ഇതിൽ നടക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പം അന്ന് തന്നെ ഞാനാണെങ്കിൽ ഫസ്റ്റ് തിങ് നമ്മൾ ബാങ്കേഴ്സിൻ്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി. ഒരു 8 വർഷം കഴിഞ്ഞപ്പോഴാണ് അവർ പതുക്കന് ഒന്ന് അയഞ്ഞത്. ഫസ്റ്റായിട്ട് ഒരു 4 കോടി രൂപ ലിമിറ്റ് തരുന്നതും അത് കഴിഞ്ഞിട്ട് അത് കൂട്ടാനായിട്ടും വളരെ നന്നായിട്ട് കൂട്ടാനായിട്ടും എല്ലാം ഇതായിട്ട്. ആ സമയത്ത് തന്നെ ഞാനാണെങ്കിൽ ഹോളണ്ടിലൊരു ഓഫീസ് തുടങ്ങി. അപ്പം യൂറോപ്യൻ ഡിസ്ട്രിബ്യൂഷൻ ഞങ്ങൾ തുടങ്ങി. ആദ്യമേ കാഷ്യൂസ്, പക്ഷേ പിന്നെ ഈ എല്ലാ ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് ഞങ്ങളുടെ ബയേഴ്സ്, എല്ലാ സോൾട്ടേഴ്സും ഇതെല്ലാം ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഞങ്ങൾ ഇത് സപ്ലൈ ചെയ്യുമ്പോൾ മറ്റേതും കൂടെ സപ്ലൈ ചെയ്യുന്ന അയാൾക്ക് വളരെ ഈസിയായി ഇതായിട്ട് അതങ്ങ് തുടങ്ങി. അതിൻ്റെ അപ്പം വോളിയം അങ്ങ് നന്നായിട്ട് കൂടി. ആഫ്രിക്കയിൽ ചെന്ന് ഞങ്ങൾ ഫാമേഴ്സിനെ ഡയറക്റ്റായിട്ട് ഫൈനാൻസ് ചെയ്ത് കാഷ്യൂസ് എടുക്കാൻ തുടങ്ങി. അപ്പം ഞങ്ങൾക്ക് ചീപ്പറായിട്ട് കിട്ടാൻ തുടങ്ങി ബാക്കി എല്ലാവരെയും കാട്ടി. അപ്പം അതൊരു അഡ്വാൻറ്റേജ് ആക്കി. അപ്പം ഇതിൻ്റെ ടേൺ ഓവേഴ്സ് വോളിയൂംസ് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ സാൻ ഫ്രാൻസിസ്കോ ഓഫീസ് തുടങ്ങി.
ഒരു എക്സ്പാൻഷൻ മോഡായിട്ട് വന്ന് അന്നത്തെ ലാർജസ്റ്റ് ഫുഡ് കമ്പനി ഉണ്ട്, കൊണാഗ്ര എന്ന് പറഞ്ഞുകൊണ്ട്, അമേരിക്കയിലെ ഏറ്റവും ലാർജസ്റ്റ് ഫുഡ് കമ്പനിയാണ്. അവരെ ഇന്ത്യയെ കൊണ്ടുവന്നു. ഫസ്റ്റ് ആയിട്ട് ഇന്ത്യയെ നമ്മളാ കൊണ്ടുവന്നത്. ഒരു ജോയിന്റ് വെഞ്ചറിൽ നമ്മൾ ഇവിടെ കമ്പനി സ്റ്റാർട്ട് ചെയ്ത്, ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആയിരുന്നു. ഷെയർസ് നമ്മൾ വെളിയിൽ കൊടുത്തില്ല, പക്ഷേ രജിസ്റ്റേർഡ് ആസ് എ പബ്ലിക് ലിമിറ്റഡ്, ആൻഡ് ദെൻ സ്റ്റാർട്ടഡ് എക്സ്പാൻഡിങ്. അതിൽ ആകെപ്പാടെ പ്രോബ്ലം വന്നത്, അത് തുടങ്ങി 3-ാമത്തെ വർഷമാണ് എൻ്റെ ബ്രദർ മരിക്കുന്നത്. അപ്പോഴത്തേക്ക് ഈ ലയബിലിറ്റി ഉണ്ടെന്ന ആളുകൾ ഓർമ്മയുണ്ടെങ്കിലും ഈ എക്സ്പാൻഷൻ കണ്ടപ്പോൾ ആളുകൾ മറന്നുപോയി ഈ ലയബിലിറ്റി ഉണ്ടെന്ന്. അപ്പോഴും ഈ ലയബിലിറ്റി പേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ രാജനൻ മരിച്ചപ്പം എല്ലാവരുടെയും ട്രസ്റ്റ് അങ്ങ് പോയി. ബിക്കോസ് വേറെ ആരുമില്ല രാജ്മോഹനെ സപ്പോർട്ട് ചെയ്യാനെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കംപ്ലീറ്റ് ട്രസ്റ്റ്. അതായത് ആദ്യത്തെ ഒരു അടിയിൽ നിന്ന് റിക്കവർ ചെയ്ത് വരുമ്പോൾ രണ്ടാമത്തെ അടി. അപ്പം ഇത് ഈ 40 കോടി ലയബിലിറ്റി 1-2 വർഷത്തിന് പേ ബാക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതൊരു 27 ഇയേഴ്സിനകമാണ് നമ്മൾ പേ ബാക്ക് ചെയ്തത്. അതിൻ്റെ ഇടയ്ക്ക് ഇതും കൂടെ വന്നപ്പോഴത്തേക്ക് ഇൻക്ലൂഡിങ് ഇത് എത്ര കോടി ഉണ്ടായിരുന്നു? ഈ $103 മില്യൺ. ഇന്നത്തെ ഇതാണെങ്കിൽ ഒരു 1000 കോടി രൂപ. ഓ ശരി ശരി ശരി. അന്നത്തെ റേറ്റ് 60-ഓ 40-ഓ വല്ലോ ആയിരിക്കും. എനിക്ക് കറക്റ്റായിട്ട് 40 വല്ലോ ആയിരിക്കും. അന്നത്തെ 400 കോടി, 436 കോടി രൂപ. ശരിക്കും ഈ രാജണ്ണൻ മരിക്കുന്ന ഒരു സമയം ശരിക്കും വളരെ ദുരൂഹ സാഹചര്യത്തിലാണ് അദ്ദേഹം തിഹാർ ജയിലിൽ മരിക്കുന്നത്. വളരെ ദുരൂഹമായ ഒരു സാഹചര്യത്തിലാണ്. നമുക്ക് ശരിക്കും അന്ന് ഈ കുടുംബം മൊത്തം ഷോക്കായി പോകുന്ന ഒരു സാഹചര്യം അല്ലേ? മരിക്കുമെന്നൊരു പ്രതീക്ഷയില്ല, കാരണം അദ്ദേഹത്തിന് അസുഖങ്ങൾ ഉണ്ടെങ്കിലും മരിക്കുമെന്നൊരു പ്രതീക്ഷയില്ല. പക്ഷെ ദുരൂഹ സാഹചര്യത്തിൽ അദ്ദേഹം അങ്ങ് മരിക്കുന്നു. ഈ രാജണ്ണൻ സിംഗപ്പൂരിൽ പോകുന്നതും ഈ കേസ് ഫേസ് ചെയ്യുന്നതും അവിടെ ഒരു സാമ്പത്തിക കേസ് അല്ലേ, കമ്പനി കൊടുത്ത ഒരു കേസ്, അതിൽ നിന്ന് അദ്ദേഹം ഇത് സിംഗപ്പൂരിൽ ഫേസ് ചെയ്യുകയായിരുന്നെങ്കിൽ ഒരുപക്ഷെ അതായിരുന്നു നല്ലത്, അദ്ദേഹത്തിൻ്റെ ലൈഫിന് അതായിരുന്നു നല്ലത്. ഡെഫിനറ്റ് ആയിട്ട്. ബിക്കോസ് രാജനൻ്റെ കൂടെ കമ്പനി സെക്രട്ടറിക്ക് ഈ സെയിം കേസ് ഉണ്ടായിരുന്നു. അദ്ദേഹം കൂടെ ഇന്ത്യയിൽ വന്നായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞ് ഒരു 10 വർഷം കഴിഞ്ഞിട്ട് ഹി വെൻറ്റ് ബാക്ക് ടു സിംഗപ്പൂർ. അങ്ങനെ ഒരു ഫ്ലാറ്റ് ഉണ്ടായിരുന്നു മേടിച്ചത് വിൽക്കാനായിട്ട്. അപ്പം ആന്റണി ജോസഫ് അന്ന് വിചാരിച്ച ഈ കേസ് ചിലപ്പം ആളുകൾ മറന്നുപോയി കാണും. അദ്ദേഹമായിരുന്നു കമ്പനി സെക്രട്ടറി രാജനൻ്റെ. അപ്പം ഈ ട്രാൻസാക്ഷൻ്റെ ഭാഗമായിട്ട് ഈ കമ്പനി സെക്രട്ടറിയാ ഇത് എഗ്രി ചെയ്യേണ്ടതും അല്ലാതെ ആക്കേണ്ടത്. അപ്പം അദ്ദേഹത്തിനെയും ഈ സെയിം കേസിൽ കൺവിക്റ്റഡ് ആയി സിംഗപ്പൂരിൽ. അപ്പം അദ്ദേഹം അവിടെ തിരിച്ചു പോയിട്ട് ഹി ഹാഡ് ടു ഫേസ് ട്രയൽ. 2 വർഷമായിരുന്നു ജയിൽ ശിക്ഷ കൊടുത്തത്. ഈ ആന്റണി ജോസഫ് 2 വർഷം അവിടെ ജയിൽ ശിക്ഷ അനുഭവിച്ചു. നമ്മൾ ഈ ജയിൽ ശിക്ഷ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് രാജൻപിള്ള ഇന്ത്യയിലേക്ക് പോന്നു. അല്ല, ആന്റണി ജോസഫും വന്നിരുന്നു. അത് കഴിഞ്ഞ് ഒരു 10 വർഷം കഴിഞ്ഞിട്ട് ആന്റണി ജോസഫ് വിചാരിച്ചു ഇതിന്റെ വേറെ നോട്ടീസോ ഒന്നും വരാത്തതുകൊണ്ട് അദ്ദേഹം അറിയാതെയാ തിരിച്ച് അവിടെ ചെന്നത്. അവിടെ ചെന്നപ്പോഴത്തേക്ക് എയർപോർട്ടിൽ വെച്ച് തന്നെ അറസ്റ്റ് ചെയ്തു. ശിക്ഷ വേണ്ടി വന്നു. പക്ഷെ അത് 2 വർഷമേ ഉള്ളായിരുന്നു. ഇത് 14 വർഷം വേറെ കൺവിക്ട് ചെയ്യാമെന്ന്. ഈ ഇദ്ദേഹത്തെ ട്രാപ്പ് ചെയ്ത് രാജൻ പിള്ളയെ തെറ്റിദ്ധരിപ്പിച്ച് ട്രാപ്പ് ചെയ്ത് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതെന്ന് നമുക്ക് സംശയമുണ്ടോ? ഇല്ല. രാജനൻ ഇന്ത്യയിൽ വന്നത് ബിക്കോസ് ഈ നമ്മൾ എക്സ്ട്രഡിഷൻ എന്ന് പറഞ്ഞൊരു കാര്യം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മളുടെ ലോസും ആ കൺട്രിയുടെ ലോയും സെയിം ആണെങ്കിലേ നമ്മളുടെ സിറ്റിസനെ അങ്ങോട്ട് അയക്കത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ നമ്മൾ കട്ടെടുത്തു. ഒരു മിഡിൽ ഈസ്റ്റ് രാജ്യം ഒരു ആഫ്രിക്കൻ രാജ്യത്തിൽ അതിന് പണിഷ്മെന്റ് കൈവെട്ടുന്നതാണെന്ന് വെച്ചോ, ഇവിടുത്തെ നമ്മൾ ഒരു സിറ്റിസനെ ഒരിക്കലും അയക്കത്തില്ല. നമ്മളുടെ ലോയും അവരുടെ ലോയും ഒരു താരതമ്യം വേണം, എന്നാലേ നമ്മളെ സിറ്റിസൻസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഇന്ത്യ. അപ്പൊ രാജനും വിചാരിച്ച ഇവിടെ വന്ന് ആ കേസ് ട്രയലാവും, എന്നിട്ട് ദേ വിൽ അണ്ടർസ്റ്റാൻഡ് ₹1 നഷ്ടമായിരിക്കും ഇല്ല. ഇതിന്റെ ആകപ്പാടെ ഉള്ളൊരു ക്വസ്റ്റ്യൻ ഈ കമ്പനി മേടിച്ചതും വിറ്റതും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അറിഞ്ഞോന്ന്. അത് അറിഞ്ഞോന്ന് വരെ 11 ബോർഡ് മെമ്പേഴ്സിലെ 10 പേര് അറിഞ്ഞെന്നാ പറയുന്നത്. ഒരാൾ അറിഞ്ഞൂടാന്ന് പറഞ്ഞു, അയാൾ ആ കേസ് കൊടുത്തിരിക്കുന്നത്.
അത് ഇന്ത്യയില് ഹി വാസ് ഷുവർ ഹി വിൽ കേസ് കൊടുത്തിരിക്കുന്ന ആൾക്ക് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, അല്ല അറിഞ്ഞില്ല എന്ന് പറഞ്ഞ ആൾക്ക് വെസ്റ്റഡ് ഇൻട്രസ്റ്റ്. അങ്ങേര് ആ കേസ് കൊടുത്ത് അങ്ങേരായിരുന്നു രാജന്റെ ഏറ്റവും വലിയ സപ്പോർട്ടർ ആയിരുന്നു ഈ റോസ് ജോൺസൺ എന്ന് പറഞ്ഞുകൊണ്ട് നെബിസ്കോന്റെ കമ്പനി. അങ്ങേരാണ് ഈ കേസ് കൊടുത്തത്. അതെയായി കേസ് കൊടുത്തത്. അതുകൊണ്ട് ഇവിടെ എന്തായാലും രാജനൻ കേസ് ജയിക്കും എന്ന് ഹി വാസ് ഷുവർ. അതുകൊണ്ട് ഹി കെയിം ടു ഇന്ത്യ. കേസിനെ കുറിച്ച് ബ്രീഫായിട്ടെന്ന് പറയുകയാണെങ്കിൽ കേസ് എന്താ ശരി? ആ കേസ് ഒലെ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാ രാജനൻ കെട്ടിപ്പടുത്തത്. ആ ബ്രാൻഡ്, ആ ബ്രാൻഡും ആ പേരും അത് ഈ ബ്രിട്ടാനിയ കമ്പനി ഉണ്ടാക്കിയപ്പോൾ അതിന് വിറ്റു. $14 million അന്ന് വിറ്റത്. അത് തിരിച്ച് രാജനെ മേടിച്ച് ഈ $14 million തിരിച്ചു കൊടുത്തു. ആ ട്രാൻസാക്ഷൻ ബോർഡിൽ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അന്നത്തെ ഓഡിറ്റ് കഴിഞ്ഞു, ഈ രൂപ വന്നത് എല്ലാവരും ഇത് ചെയ്തു, അതിന്റെ അക്കൗണ്ട്സ് പാസ് ചെയ്ത് എല്ലാം കഴിഞ്ഞതാ. അതുകൊണ്ട് രാജനൻ വാസ് ഷുവർ ദാറ്റ് ഇന്ത്യയിൽ ഈ കേസ് വെൻ ഇറ്റ് ഈസ് ബീങ് ഡിസ്കസ്ഡ് ഈസി ആയിട്ട് ജയിക്കും എന്ന് ഹി വാസ് വെരി ഷുവർ അബൌട്ട് ഇറ്റ്. സിംഗപ്പൂരിൽ ലോസ് ഭയങ്കര കട്ടിയ ഒരു കൊച്ചു രാജ്യമാണ്. അപ്പൊ അവർക്ക് ആരും ഒരു തെറ്റും ചെയ്യുന്ന ഇഷ്ടമില്ലാത്ത ഒരു കൺട്രിയാണ്. അപ്പൊ അവിടെ ഒരു കേസ് എടുത്ത കൺവിക്ഷൻ ഓൾമോസ്റ്റ് ഷുവറാ. അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ചും ഇങ്ങനെ അതിസമ്പന്നതയിൽ നിൽക്കുന്ന ഒരാൾക്ക് ഒരു ജയിൽ ശിക്ഷ എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ മാനസികമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല. മാനസികം മാത്രമല്ല, ബിസിനസിനെ എഫക്ട് ചെയ്യും. അതെ അതെ, തകർന്നു പോകും. ബിക്കോസ് ഇത്രയും ലോൺസും ഇതുമെല്ലാം എടുത്തിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഓൾമോസ്റ്റ് ഒരു ദിവസം വരെ വർക്ക് ചെയ്യാതെ ഇരിക്കാൻ പറ്റത്തില്ല ഈ സിസ്റ്റം കൊണ്ടുപോകാനായിട്ട് ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വല്ലതും പറ്റിയ ഹോൾ സാമ്രാജ്യം അങ്ങ് വീണുപോകും. അതെ, അങ്ങനെയാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വന്നതാണ്. അവിടെ ഞാൻ ചോദിക്കുന്നത് ഈ മറ്റേ ബോംബെ ഡൈയിങ്ങിന്റെ ഒക്കെ ഉടമയായിട്ടുള്ള മറ്റേ എന്താണ് നസ്ലി വാഡിയ. ഈ നസ്ലി വാഡിയ ശരിക്കും താങ്കളുടെ എല്ലാ കുടുംബത്തിനും ഭയങ്കര സംശയമുണ്ട് ഈ നസ്ലി വാഡിയയെ, ഇദ്ദേഹത്തിന്റെ മരണമായിട്ട് ബന്ധപ്പെട്ട്. ഞാൻ ഇപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ രാജൻ പിള്ള കൊല്ലപ്പെട്ടതാണെന്ന് അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ? ഡെഫിനറ്റ് ആയിട്ട്. ബിക്കോസ് ഒരിക്കലും ഒരാൾ നമുക്കൊരു അസുഖമാണെന്ന് പറഞ്ഞുകൊണ്ട് ആ പേപ്പേഴ്സ് കൊടുത്താൽ ഒരിക്കലും ആരും അസുഖം ട്രീറ്റ് ചെയ്തുകൂടാന്ന് പറയത്തില്ല. പക്ഷേ അന്നത്തെ ജഡ്ജ്മെൻറ്റ്സ് വായിച്ചു നോക്കണം. ഹീ ഈസ് ജസ്റ്റ് വാണ്ടിങ് ടു ബി എ 5-star ഹോസ്പിറ്റലിൽ പോകാനായിട്ടാണെന്നോ ഇത് വെറുതെ അസുഖം ഉണ്ടെന്ന് ആക്റ്റീവാണെന്നെല്ലാം പറയേണ്ട. നമ്മൾ ഡോക്യുമെൻറ്റ്സ് കൊടുക്കുമ്പം സാധാരണ ആളുകൾ അത് ചെക്ക് ചെയ്യത്തേ ഉള്ളൂ. ഡൽഹി തന്നെ ഡോക്ടർ ത്രിഹാൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ഡോക്ടർ, അദ്ദേഹമാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ ഈസിയാണ് CBIക്ക് കണ്ടുപിടിക്കാനായിട്ട് ത്രിഹാൻ ട്രീറ്റ് ചെയ്തിട്ടുണ്ടോ, അവിടെ പോയിട്ടുണ്ടോ, ഇതാണോ അസുഖം എന്ന്. ഈ അസുഖം ആർക്കെങ്കിലും അറിയാമെങ്കിൽ അവർക്ക് അറിയാം ഈ ലിവർ മേജർ ഒരു പ്രോബ്ലം ആണ്. അത് ഈ ലിവർ പ്രശ്നമാണല്ലോ. ലിവർ അദ്ദേഹം മദ്യപാനിയായിരുന്നോ? അല്ല, ഈ ജോണ്ടിസ് എനിക്കും രാജനും വന്നിട്ടുണ്ട്. ജോണ്ടിസ് വന്നപ്പോൾ ഞങ്ങൾ ആയുർവേദമായിട്ടാണ് ട്രീറ്റ് ചെയ്തത്. ശരിക്കും ആ ഇത് സിംറ്റംസേ പോയുള്ളൂ. ഈ മൂത്രം മഞ്ഞ കളറിൽ നിന്ന് വൈറ്റ് കളറേ ആയുള്ളൂ. അത് റിലാപ്സ് ചെയ്തു. അത് എഫക്ട് ചെയ്തതാ ഈ രാജനെ. അപ്പൊ അങ്ങനെയായി ലിവർ. ശരിക്കും ഈ ബോംബെ ഡൈയിങ് ഉടമ നസ്ലി വാഡിയയ്ക്ക് അദ്ദേഹം എന്താണ് മുഹമ്മദ് അലി ജിന്നയുടെ ഗ്രാൻഡ് സൺ അല്ലേ? അപ്പോൾ ഈ നസ്ലി വാഡിയ ഭയങ്കര ഫാമിലിയാണ്, സമ്പന്നതയുള്ള ഫാമിലിയാണ്, അതുകൂടാതെ സ്വാധീനമുള്ള ഫാമിലിയാണ്. വലിയ സ്വാധീനമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഈ നസ്ലി വാഡിയയ്ക്ക് രാജൻ പിള്ളയോട് വിരോധം തോന്നാനുള്ള കാരണം എന്താണ്? ഈ നസ്ലി വാഡിയ രാജനും വിജയ് മല്യയും മൂന്നുപേരും വലിയ വിജയമല്ല കിങ്ഫിഷർ ഇവർ മൂന്നുപേരുമായിരുന്നു കൊച്ചു പിള്ളേരായിട്ട് ഒരുമിച്ച് ബോംബെയിൽ കറങ്ങി സമ്പന്നരായ കൂട്ടുകാര്. അവര് മൂന്നുപേരും കൂടി ആയിരുന്നു ഡിന്നേഴ്സിന് പോകുന്ന, പാർട്ടീസിന് പോകുന്ന. ഇവർ മൂന്നുപേരും വലിയ ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പം ഈ ഇന്ത്യയിലൊരു റൂള് വന്നു, ഈ മൾട്ടിനാഷണൽ കമ്പനീസിന് 40% പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിൽ ഹോൾഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് വാസ് ഓൺഡ് ബൈ നെബിസ്കോ എന്ന് പറഞ്ഞൊരു കമ്പനി. അപ്പോൾ അവരുടെ ഷെയർസ് ഇതനുസരിച്ച് 40% കുറയ്ക്കണം. നസ്ലി വാഡിയ അന്നേ ബോംബെ ഡൈയിങ് പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആയിരുന്നു. ഹി വാസ് എ ചെയർമാൻ ഓഫ് ബോംബെ ഡൈയിങ്ങും വേറെ ഒരു കമ്പനി ഉണ്ടായിരുന്നു ബോംബെ ബർമ എന്ന് പറഞ്ഞിട്ട്, അതിൻ്റെയും ചെയർമാൻ ആയിരുന്നു. അപ്പോൾ ഹി ന്യൂ അബൌട്ട് ഈ പബ്ലിക് കമ്പനീസും ലിസ്റ്റിങ്ങും ബാക്കിയല്ല.
അപ്പോൾ നസ്ലി വാഡി ആദ്യമേ രാജനടുത്ത് പറഞ്ഞത് ദാറ്റ് ലുക്ക് ഹിയർ, നിങ്ങൾ സപ്ലൈ ചെയ്യുന്ന നെബസ്കോയിന് നമ്മൾ കാഷ്യൂസ് സപ്ലൈ ചെയ്യുന്ന നമ്മൾ വൺ ഓഫ് ദി ലാർജസ്റ്റ് സപ്ലയേഴ്സ് ആയിരുന്നു അവരുടെ അടുത്തൊന്ന് പോയി സംസാരിക്കാവോ, ഈ കമ്പനിയുടെ ഞാൻ അവരുടെ കൂടെ ഷെയർസ് മേടിക്കാം, നമുക്ക് രണ്ടുപേർക്കും കൂടെ ഇത് ഓൺ ചെയ്യാം, ഞാൻ പൈസ കൊടുത്ത് ഈ ഷെയർസ് മേടിക്കാമെന്ന് പറഞ്ഞു. ഇത് രാജനൻ റോസ് ജോൺസൺ ആയിരുന്നു അന്നത്തെ ചെയർമാൻ ഓഫ് നെബസ്കോ. അപ്പോൾ റോസ് ജോൺസൺ പോയി സംസാരിച്ചു. റോസ് ജോൺസൺ പറഞ്ഞു, ഞങ്ങൾക്ക് നസ്ലി വാഡി ആരാന്ന് അറിഞ്ഞുകൂടാ, വി ആർ വില്ലിംഗ് ടു ഗിവ് ഇറ്റ് ടു യു ബിക്കോസ് യു ഹാവ് എനിവേ ബിസിനസ് റിലേഷൻഷിപ്പ് വിത്ത് അസ്. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം, വി വിൽ നോട്ട് സപ്പോർട്ട് എനിബഡി എൽസ് എന്ന് പറഞ്ഞു. അത് തിരിച്ചു വന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നസ്ലി വാഡി അത് ബിലീവ് ചെയ്തില്ല. ബിക്കോസ് നസ്ലി വാഡി ഇവിടുത്തെ വലിയ ബിസിനസ് മാനാണ്. എനിക്കൊന്ന് വിചാരിച്ചു കാണും രാജനൻ വേണം പറ്റിച്ചതാണ്. ആ വിചാരം മനസ്സിലുണ്ടായിരുന്നു ഒറ്റ ഓൾ പോയിന്റ്സ്. അപ്പോൾ ഒരു അറ്റാക്ക് മിസ്ട്രസ്റ്റ് തുടങ്ങി. പക്ഷെ അവര് പിന്നെയും ഫ്രണ്ട്സ് എല്ലായിരുന്നു. പക്ഷെ ഒരു കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. ബിക്കോസ് ഇത് ഈ സാഹചര്യം നമ്മളാണെങ്കിൽ ഒരു എക്സ്ട്രഡിഷൻ കേസ് വന്നാൽ തന്നെ കുറേ പേര് ഇപ്പം മിഡിൽ ഈസ്റ്റിൽ നിന്നും എല്ലാം വരുന്നുണ്ട്. ഇവിടെ വന്നാൽ കൊല്ലത്ത് കോർട്ട് ഫിക്സ് ചെയ്യുന്നത്, അത് ഡൽഹി ഫിക്സ് ചെയ്ത് അത് ഒരു ജഡ്ജിന്റെ അടുത്ത് വന്ന് ആ ജഡ്ജാണെങ്കിൽ നമുക്ക് മരുന്ന് തരത്തില്ല എന്നെല്ലാം പറയുന്നത്. ഇതെല്ലാം സാഹചര്യം ഇദ്ദേഹം ഈ സിംഗപ്പൂരിൽ നിന്ന് ഈ ഡൽഹിയിലേക്കാണോ പോയത്? സിംഗപ്പൂരിൽ നിന്ന് ബോംബെയിലായിരുന്നു വീട്. അത് കഴിഞ്ഞ് തിരുവനന്തപുരത്താണ് വന്നത്. എന്റെ തിരുവനന്തപുരത്ത് കേസ് എങ്ങനെയാണ് ഡൽഹിയിൽ വന്നത്? അതാ ദുരൂഹത. അപ്പം എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിക്കാ ഈ എക്സ്ട്രഡിഷൻ ഇത് വരുന്നത്, റിക്വസ്റ്റ് വരുന്നത്. അവരാ ഡിസൈഡ് ചെയ്യേണ്ട ഏത് കോടതിയാ ഫിക്സ് ചെയ്യുന്നതെന്ന്. സാധാരണഗതിയിൽ നമ്മൾ താമസിക്കുന്ന സ്ഥലത്താ ഇത് ഫിക്സ് ചെയ്യുന്നത്. അപ്പം ട്രിവാൻഡ്രം നമ്മൾ കോർട്ടിൽ പോയി ഒരു ജാമ്യം എടുത്തായിരുന്നു ഈ കേസ് വന്നപ്പോഴത്തേക്ക്. എന്നിട്ടും അവർ ഡൽഹിയിൽ അത് ഫിക്സ് ചെയ്തു. ഈ ഡൽഹി നസ്ലി വാഡിക്ക് സ്വാധീനമുള്ള നസ്ലി വാഡിയുടെ പ്ലേ ഗ്രൗണ്ട് ആണ് വളരെ. ബിക്കോസ് പൊളിറ്റിക്കലായിട്ട് വലിയ പവർഫുൾ. അന്നത്തെ അംബാനീസിന്റെ കൂടെ ഫൈറ്റ് ചെയ്തുകൊണ്ട് നിന്ന ആകപ്പാടെ നസ്ലി വാഡി ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും ഈ പോളിത്തീൻ സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നതും ടെക്സ്റ്റൈൽസിലുമായിരുന്നു. ഇവർ രണ്ടുപേരും കമ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയവാ. ആൻഡ് നോർത്ത് ഇന്ത്യനിലെ ബിസിനസ് ആളുകൾക്ക് പൊളിറ്റീഷ്യൻസ് ആയിട്ട് വളരെ ഫ്രണ്ട്ലി, അവർക്ക് കുറച്ചും കൂടെ അടുപ്പവും അവരുടെ അവിടുന്ന് എല്ലാ പവറും എല്ലാം. അപ്പൊ അങ്ങനെ ഈ ശരിക്കും പറഞ്ഞാൽ ഈ കേസ് കൃത്യമായിട്ടും ഡൽഹിയിലേക്ക് ഫിക്സ് ചെയ്ത് ഏത് കോടതിയാണോ വേണ്ടതെന്ന് വരെ അല്ലെങ്കിൽ ആഗ്രഹിച്ചു, അല്ലെങ്കിൽ ആരൊക്കെയോ തീരുമാനിച്ചതുപോലെ ഡൽഹിയിലെത്തി ഒരു കോടതി പോലും ഫിക്സ് ചെയ്തു. അങ്ങനെ കുടുംബത്തിലൊരു ആരോപണം ഉണ്ടോ? ഡെഫിനറ്റ് ആയിട്ട്. നോട്ട് ഓൺലി ദാറ്റ്, അവിടെ ചെല്ലുമ്പം തന്നെ കോടതിയിൽ ജാമ്യത്തിന് പോകുമ്പം തന്നെ ഒരു ഹോസ്റ്റൈൽ ഒരു ബിഹേവിയർ. ശരി. ആ CBI ഒരു ഹോസ്റ്റൈൽ, ഒരു നമുക്കൊരു അസുഖമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ സാധാരണ ചെയ്യുന്നത്, അതിന്റെ ഓതന്റിസിറ്റി കണ്ടുപിടിക്കാം. ആൻഡ് ഓതന്റിസിറ്റി കണ്ടുപിടിക്കാൻ വേറെ എവിടെയും പോകണ്ട, അതേ സിറ്റിയിലായിരുന്നു ഹോസ്പിറ്റല്. അപ്പം ഇത് ഇത്ര വലിയൊരു ടെക്നോളജി, ഒരു ഫോൺ കോളിന്റെ കാര്യമേ ഉള്ളൂ അല്ല. ഇതെല്ലാം നമ്മൾ ഡോക്യുമെന്റ്സ് എല്ലാം കൊടുത്തിട്ടും മെഡിസിനും കൊടുക്കുന്നില്ല, തെറ്റ് മെഡിസിനും. അവിടെ ഈ അച്ഛനൊക്കെ ഇന്ദിരാഗാന്ധിയായിട്ടൊക്കെ ബന്ധമുണ്ടായിട്ടും രാഷ്ട്രീയക്കാരെ സഹായിച്ചില്ലേ? ഓക്കെ, അച്ഛൻ അപ്പോഴത്തേക്ക് ഈ അസുഖം വന്ന് ഈ സ്ട്രോക്ക് ആയിട്ട് കിടക്കുമായിരുന്നു അച്ഛനാണെങ്കിൽ. ഈ രാജനായിരുന്നു അന്നത്തെ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ഫണ്ടർ. അപ്പം രാജനൻ തന്നെയായിരുന്നു അന്ന് സുരേഷ് കൽമാഡിയെ ഹെൽപ്പ് ചെയ്ത് റെയിൽവേ മിനിസ്റ്റർ ആക്കിയത്. ഇവരെല്ലാവരുമായിട്ട് ഫ്രണ്ട്സ് ആയിരുന്നു. ആകെപ്പാടെ പ്രോബ്ലം എന്ന് വെച്ചാൽ രാജനന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു ശരത് പവാർ. അപ്പം രാജീവ് ഗാന്ധി മരിച്ചപ്പോഴത്തേക്ക് ശരത് പവാർ പ്രൈം മിനിസ്റ്റർ ആവാനായിട്ട് വേണ്ടി ലോബി ചെയ്തായിരുന്നു രാജനൻ. ഇൻക്ലൂഡിങ് കരുണാകരനടുത്ത് ഞാനും രാജനും കൂടിയാണ് പോയി പറഞ്ഞത്. കരുണാകരൻ പറഞ്ഞ ഞങ്ങൾ ഒരിക്കലും ശരത് പവാറിന് കൊടുത്തില്ല, അയാൾ ഇന്ത്യ വിറ്റ് കളയും, ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന നരസിംഹറാവു ആണ്. എന്നിട്ട് നരസിംഹറാവുവ പ്രൈം മിനിസ്റ്റർ ആയത്. അപ്പൊ അതിന്റെ എന്തെങ്കിലും എനിമിറ്റി ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. എല്ലാം തിരിച്ചടിച്ചു ആ സമയത്ത്. എല്ലാം ചെയ്തതെല്ലാം തെറ്റിപ്പോയി. ചെയ്തത് തെറ്റിയല്ല, തെറ്റ് സമയത്ത് എല്ലാം തെറ്റും. അതാ സത്യം. ഇല്ല, അത് എല്ലാ കാര്യങ്ങളും. അന്ന് ഫോൺ വിളിക്കുന്ന ആളുകൾ ഫോൺ എടുക്കത്തില്ല. ഈ നമ്മളെ ഹെൽപ്പ് ചെയ്ത് കൃഷ്ണകുമാർ IAS ഓഫീസർ
അങ്ങേർക്ക് പൊളിറ്റിക്സിൽ വരണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങേർക്ക് ഫസ്റ്റ് 1.5 വർഷം ഞങ്ങളുടെ പേപ്പറിലെ മാനേജിങ് ഡയറക്ടർ IAS കാരൻ കൊച്ചിൻ കളക്ടറായിരുന്നു. എന്നിട്ട് കൊല്ലത്ത് നമ്മൾ കൊണ്ടുപോയി MP ആയിട്ട് നിർത്തിയിട്ടാ ജയിപ്പിച്ചത്. നമ്മൾ അന്നത്തെ രാജംപിള്ളയുടെ വൈഫ് നീനാപ്പിള്ള മത്സരിച്ച് അദ്ദേഹത്തെ തോപ്പിക്കുകയും ചെയ്തു. ശരിക്കും കൃഷ്ണകുമാറിനോട് ഡെഫിനറ്റ് ആയിട്ട് കൃഷ്ണകുമാർ തോക്കണം എന്നൊരു ആഗ്രഹമായിരുന്നു ഗോപി ചേച്ചിക്ക്. ബിക്കോസ് അന്ന് അത്യാവശ്യമായിട്ട് രാജനെ ഹോസ്പിറ്റലിൽ ഫോം വിളിച്ചപ്പോൾ പറഞ്ഞ ഒരു ഡാൻസ് പ്രോഗ്രാമിന് പോവുക, ഒരു സമയമില്ലെന്ന് പറഞ്ഞാൽ. ഇവിടെ 1.5 വർഷം ജോലി ചെയ്ത് നമ്മൾ തന്നെ സ്ഥാനവും മേടിച്ചു കൊടുത്ത് ഒരു MP അങ്ങനെ പറയുന്ന ഒരിക്കലും ആളുകൾ വിചാരിച്ചതേ ഇല്ല. അത് ഇവിടെ അടുത്ത് തന്നെയാ താമസവും. അപ്പൊ അവരുടെ ഫാമിലി എല്ലാം ശരിക്കും ഈ രാജണ്ണൻ മരിക്കണം അല്ലെങ്കിൽ രാജംപിള്ള മരിക്കണമെന്ന് ആഗ്രഹിച്ചവരിൽ നസ്ലി വാഡിയയ്ക്കൊപ്പം മറ്റു ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നോ? ഡെഫിനറ്റ് ആയിട്ട് ഇത് നമുക്ക് എന്തായാലും റോസ് ജോൺസൺ ഉണ്ടായിരുന്നു ഇതിന്റെ പാർട്ട്. ഈ റോസ് ജോൺസൺ ഏത് കൺട്രിയാണ്? അമേരിക്ക. അന്ന് ഈ നമ്മളുടെ എഗൻസ്റ്റ് വർക്ക് ചെയ്ത ചന്ദ്രസ്വാമി എന്ന് പറഞ്ഞൊരു സ്വാമിയാണ്. അതെ, വിവാദ നായകൻ, ദൈവം ചന്ദ്രസ്വാമി, നരസിംഹറാവുവിന്റെ ആത്മീയ ഗുരു. കറക്റ്റ്. നരസിംഹറാവു അദ്ദേഹത്തിന്റെ കാലിലെ വന്നിരിക്കത്തോളം. ഈ ചന്ദ്രസ്വാമിയുടെ റോൾ എന്താണ് ശരിക്കും? ചന്ദ്രസ്വാമി ആയിരുന്നു ഒടുക്കം വന്ന് അങ്ങേരുടെ ഡീൽസ് ആയിരുന്നു, ഈ ബിസിനസ് ഡീൽസ്. അപ്പം ആരെങ്കിലും അങ്ങേർക്ക് പൈസ കൊടുത്താൽ അങ്ങേരെ ആ കമ്പനി അവർക്ക് കൊണ്ടുപോയി കൊടുക്കും. ബിക്കോസ് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് എല്ലാം വെച്ചിട്ട്. അപ്പം ഈ ഒരു കോൺസ്പിറസി രാജനെ കൊല്ലാനായിട്ട് ഗോപി ചേച്ചി ഒരു ഡോക്യുമെന്റ് ഉണ്ടാക്കി. ആ ഡോക്യുമെന്റിൽ പറഞ്ഞിരിക്കുന്നത് നസ്ലി വാഡിയ, ചന്ദ്രസ്വാമി, റോസ് ജോൺസൺ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഓൺ. എന്നിട്ട് എക്സ്പ്ലെയിനും ചെയ്തിട്ടുണ്ട് എന്തുവാ കാര്യം. ഇതിലിപ്പോ ജീവിച്ചിരിക്കുന്ന ആരൊക്കെ ഉണ്ട്? നസ്ലി വാഡിയ മാത്രമേ ഉള്ളൂ. റോസ് ജോൺസൺ മരിച്ചുപോയി. അമേരിക്ക വെച്ചാണ്. അന്നൊരു ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയായിരുന്നെങ്കിൽ ഇതിന്റെ ട്രൂത്ത് വെളി വരുമായിരുന്നു. ഓക്കെ. ഇത് ശരിക്കും എങ്ങനെ ഈ കൊലപാതകം ആസൂത്രണം ചെയ്ത് നടപ്പാക്കി എന്നാണ് കുടുംബത്തിന്റെ സംശയം? ഇത് ഒന്നൊന്നായിട്ട് ഈ ബ്രിട്ടാനിയ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യ മാത്രമല്ല ഏഷ്യയുടെ ലാർജസ്റ്റ് ഫുഡ് കമ്പനിയാണ്. അപ്പൊ അത് അവർക്ക് ടേക്ക് ഓവർ ചെയ്യണം. അതിന്റെ ഇന്ത്യൻ ഭാഗം നസ്ലി വാഡിയയ്ക്ക് വേണം. ഈ ഒരു ആ സമയത്ത് ചെയർമാൻ രാജംപിള്ളയായിരുന്നു ഓണറും ചെയർമാനും. അപ്പൊ ഇത് ഇവർക്ക് ടേക്ക് ഓവർ ചെയ്യാനായിട്ട് ഇങ്ങേരെ 5 രാജ്യത്ത് കേസസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. വേറെ ഒരു കേസും തോറ്റില്ല. ഒരു സിംഗപ്പൂരിൽ മാത്രമേ തോറ്റിട്ടുള്ളൂ. എല്ലാം ജയിച്ചിട്ട് ഇത് തോറ്റിട്ട് അങ്ങനെ എപ്പോഴും അവരെന്താ ഒരു സമ്മർദ്ദം ആക്കിയിട്ടാണ് ഇത് എഴുതി മേടിക്കുന്നത്. അല്ല, ഇത് എഴുതി വാങ്ങിച്ചോ? അതിന് മുമ്പ് മരിക്കുന്നതിന്റെ ജസ്റ്റ് മുമ്പേ മേടിച്ചു. ബ്രിട്ടാനിയ മേടിച്ചു. പക്ഷെ അതിന്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ രാജൻ എപ്പോഴേ അനൗൺസ് ചെയ്തു, ഐ വിൽ മേക്ക് എ ബിസ്ക്കറ്റ് കമ്പനി ബിഗർ ദാൻ ബ്രിട്ടാനിയ. അത് അവർക്ക് ഇഷ്ടപ്പെട്ട് കാണത്തില്ല. എന്നിട്ട് ഹി സ്റ്റാർട്ടഡ് ടോക്കിംഗ് ടു യുണൈറ്റഡ് ബിസ്ക്കറ്റ്സ് എന്ന് പറഞ്ഞൊരു ബ്രിട്ടീഷ് കമ്പനിയുണ്ട്. നമ്മൾ ഈ ബിസ്ക്കറ്റ്സ് കഴിക്കുന്ന ബ്രിട്ടീഷ് ബിസ്ക്കറ്റ്സാണ്. ബിക്കോസ് കൊച്ചിലോട്ട് അവര് വന്നപ്പോൾ അവർക്ക് ചായക്ക് വേണ്ടി ബിസ്ക്കറ്റ്സ് ഉണ്ടാക്കിയ ഏരിയയില് അത് തിരിച്ചു വന്ന അവരുടെ മാർക്കറ്റ് എഫക്ട് ചെയ്യും. ആൻഡ് രാജനന്റെ എഫേർട്ട് വാസ് ഒരു ഇന്റർനാഷണൽ കമ്പനി ഉണ്ടാക്കാനായിട്ട്. ഇറ്റ് ക്യാൻ ക്രിയേറ്റ് പ്രോബ്ലംസ്. അതായത് ഈ ബിസിനസ് വൈരം ശരിക്കും കോർപ്പറേറ്റ് ലോകത്തെ ഒരു ബിസിനസ് പകയാണ് രാജംപിള്ളയുടെ ജീവനെടുത്തത്. ഡെഫിനറ്റ് ആയിട്ട് അതാ നമ്മളുടെ അലിഗേഷൻ. ഇതിന്റെ പ്രോബ്ലം വെച്ചാൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്താതെ നമുക്ക് ഡെഫിനറ്റ്ലി പറയാം. ഇത് ശരിക്കും ആ സമയത്ത് ഇദ്ദേഹത്തെ ഡൽഹിയിലെ ഒരു കോടതി ഫിക്സ് ചെയ്യുന്നു, അവിടെ കൊണ്ടുവരുന്നു, തീഹാർ ജയിലിലാക്കുന്നു. ഇതൊരു വെൽ പ്ലാൻഡ് സ്ക്രിപ്റ്റ് പോലെ നമുക്ക് തോന്നിയോ? ഡെഫിനറ്റ് ആയിട്ട് ആ സ്ക്രിപ്റ്റ് പോലെ തോന്നുന്നോണ്ടാണ് നമുക്ക് ഈ സംശയം വരുന്നത്. അല്ലെങ്കിൽ തീഹാർ ജയിൽ ഉൾപ്പെടെ സ്ക്രിപ്റ്റാണ്. ഡെഫിനറ്റ് ആയിട്ട്. ബിക്കോസ് ഈ അന്നത്തെ ഏറ്റവും വലിയ ഹെഡ്ലൈൻ ന്യൂസ് ആയിരുന്നു രാജനന്റെ പറയുന്ന ഈ അസുഖവും എവിടെയാ ട്രീറ്റ് ചെയ്യുന്നത്, ഇതെല്ലാം ഫ്രണ്ട് പേജ് ഓഫ് പേപ്പേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അദ്ദേഹത്തിന്റെ അസുഖം റിയാലിറ്റി ആയിരുന്നു, പക്ഷേ ഒരു ഗുളിക മാറിക്കൊടുത്തത് ഉൾപ്പെടെ. ഗുരുവെ മാറിക്കൊടുത്തല്ല, ഒരിക്കലും കൊടുത്തുകൂടാ. ഇത് കൊടുത്ത ആ വെയിൻസ് അങ്ങ് പൊട്ടു ഈ അസുഖമുള്ള ആൾക്ക്. അപ്പൊ അങ്ങനത്തെ ഒരു മരുന്ന് കൊടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് അതിന്റെ ഇൻട്രസ്റ്റിംഗ് മരിച്ചു.
ഉടനെ തന്നെ ഭയങ്കര നമ്മളെ കേരള അസംബ്ലി ഒരുമിച്ച് നിന്നിട്ട് പറഞ്ഞു ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണം. കേരള അസംബ്ലി ബിസിനസ് ആളുകൾക്ക് അങ്ങനെ എണീച്ച് നിൽക്കത്തില്ല. AK ആന്റണി ആയിരുന്നു CM. നമ്മളുടെ വർക്കല രാധാകൃഷ്ണനായിരുന്നു ഈ മോഷൻ കൊണ്ടുവന്നത്. എന്നിട്ട് അവര് സൈലൻസിൽ നിന്നു ഫോർ എ ബിസിനസ് മാൻ. ആ ഒരു ഇത് വെച്ചിട്ട് അവരൊരു ഇൻവെസ്റ്റിഗേഷൻ ഓർഡർ ചെയ്യാനായിട്ട് ലീല സേഠ് കമ്മീഷൻ ഫിക്സ് ചെയ്തു. ലീല സേഠ് കമ്മീഷൻ ഫിക്സ് ചെയ്തിട്ട് വരെ അവർ ഡൽഹി മാത്രമേ എൻക്വയറി ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് തോന്നുന്നു. നമ്മളുടെ പെറ്റീഷൻ ഇസ് ഓഫ് റോസ് ജോൺസൺ, നസ്ലി വാഡിയ, ചന്ദ്രസ്വാമി എല്ലാം ആയിട്ട് വരെ they decided that it will only be investigated in Delhi. അതായത് മരണം മാത്രം അന്വേഷിക്കുക. മരണം മാത്രം. അതെങ്ങനെയാണ് ബിസിനസ് എൻമിറ്റി ഇതൊന്നും അന്വേഷിക്കണ്ട. അത് അന്വേഷിക്കുക എങ്ങനെ ഒരു ഇന്റർനാഷണൽ ബിസിനസ്മാന്റെ ഇത് ശരിക്കും ഈ രാജ്മോഹൻ പിള്ളയ്ക്ക് രാജണ്ണൻ അപ്പൊ അദ്ദേഹത്തിന്റെ 16 വയസ്സ് ഡിഫറൻസ് ഉണ്ട്. പക്ഷെ ദൈവതുല്യനായ ഒരാള് അല്ലെങ്കിൽ അത്രയും ഒരു എന്താണ് സഹോദരൻ, സ്വാഭാവികമായിട്ട് പകയോടുകൂടി പിന്നാലെ പോകാൻ തോന്നിയില്ലേ? നമ്മളാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്തു. 20 MPs പോയി പാർലമെൻറ്റിൽ പറഞ്ഞു. നമ്മൾ കോടതിയിൽ പോയി അപ് ടു ദി സുപ്രീം കോർട്ട്. ഇതിലെല്ലാം CBI പറഞ്ഞു ഞങ്ങൾ കേസ് ഫൈറ്റ് ചെയ്യത്തില്ല. അന്നത്തെ കോൺഗ്രസ് ഗവൺമെന്റിന് ശരിക്കും ചന്ദ്രസ്വാമിയൊക്കെയുള്ള കാലഘട്ടമാണ്, സ്വാധീനമുണ്ട്. കോൺഗ്രസ് ഗവൺമെന്റിന് താല്പര്യമില്ലായിരുന്നോ? നമുക്ക് അനുകൂലമായി താല്പര്യമേ ഇല്ലായിരുന്നു. ഇതിന്റെ ദുരൂഹത ഈസ് ഈവൻ ബിഗർ. BJP വന്നിട്ടും they are also not wanting to investigate. BJP ഗവൺമെന്റ് സമീപിച്ചായിരുന്നു. എത്ര കാലം മുമ്പ്? നമ്മളെ അദ്വാനി ആയിരുന്നു ഹോം മിനിസ്റ്റർ, വാജ്പേയി ആയിരുന്നു പ്രൈം മിനിസ്റ്റർ. അപ്പോഴായിരുന്നു പ്രേമേന്ദ്രൻ പാർലമെന്റിൽ കൊണ്ടുപോയത്. അദ്വാനി ആയിരുന്നു പറഞ്ഞത് that this cannot be investigated. എന്തിനാ ഇവിടെ ഒരു മർഡർ നടന്ന ഹൈക്കോർട്ട് ഉടനെ ഓർഡർ ചെയ്യും ഒരു ഇൻവെസ്റ്റിഗേഷൻ. എന്താ ഇത്ര വലിയൊരു മർഡർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാത്തത്? വാട്ട് ആർ ദേ ഹൈഡിങ്? എന്നിട്ട് ഒടുക്കം വന്ന ഒരു 10 ലക്ഷം രൂപ സുപ്രീം കോർട്ട് തരുന്നു ആസ് കോമ്പൻസേഷൻ. സ്റ്റിൽ ദേ വിൽ നോട്ട് ഇൻവെസ്റ്റിഗേറ്റ്. അതിനപ്പുറത്തേക്ക് മറ്റ് ലീഗൽ സാധ്യതകളൊന്നും നമ്മൾ നോക്കിയില്ലേ? ഫിനിഷ്ഡാ. സുപ്രീം കോർട്ട് ഒരു ഓർഡർ കഴിഞ്ഞു. പാർലമെന്റും സുപ്രീം കോടതി 10 ലക്ഷം തന്നു, തീർന്നു. ഈ പണ്ട് നക്സൽ വർഗീസ് വധമൊക്കെ അന്വേഷിച്ചതുപോലെ സാധ്യതകളൊന്നുമില്ലേ? എനിക്ക് അറിഞ്ഞൂടാ. സുപ്രീം കോർട്ട് ഒരു ഓർഡർ കഴിഞ്ഞ സാധ്യതകൾ തേടുന്നുണ്ടോ? നമുക്കിപ്പോഴും അതിന്റെ പിന്നാലെ പോകണമെന്ന് ആഗ്രഹമുണ്ടോ? എനിക്ക് എന്റെ പ്രോബ്ലം ഇസ് എല്ലാ പ്രാവശ്യവും നമ്മൾ അതിനെപ്പറ്റി പോകുമ്പം നമുക്ക് വലിയ അടികളാണ് കിട്ടുന്നത്. അപ്പം ഇതിന്റെ അതായത് മറ്റേ സ്വാഭാവികമാണല്ലോ, കാരണം ചെറിയ ആളുകളല്ലല്ലോ, ചെറിയ ആളുകളല്ല, അതായത് ടൈക്കൂൺസ് ആണ്, ബിസിനസ് ടൈക്കൂൺസ് ആണ്. അതും ഒരു ഇന്റർനാഷണൽ ലെവലാണ്, അല്ലാതെ ഒരു ഇന്ത്യയിൽ ഒതുങ്ങുന്ന ടൈക്കൂൺസ് അല്ല. അപ്പൊ അതിന്റെ ബിഹൈൻഡ് ആരാന്നല്ലേ ഇപ്പൊ ഈ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞുകൊണ്ട് പോയിട്ട് കേരളമല്ലേ നമുക്ക് കൺട്രോൾ ഉണ്ട്. ഇത് വരുന്നത് ചൈനയിൽ നിന്നും കൊളംബിയന്നും എല്ലാം. നമുക്ക് എന്തോ ചെയ്യാൻ പറ്റും? ഡിസ്ട്രിബ്യൂഷൻ കുറച്ചു കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്യാം എന്നല്ലാതെ പോവണ്ട എന്നുള്ള രീതിയിലേക്ക് കൂടുതൽ പോകണ്ട എന്നുള്ള തോന്നൽ എപ്പോഴെങ്കിലും തോന്നിയോ? സുപ്രീം കോർട്ട് ഓർഡർ ഞങ്ങൾ വി വെർ വെരി ഹോപ്പ്ഫുൾ ദാറ്റ് കോടതി, അത് EK നയനാർ എൻ്റെ അടുത്ത് പറഞ്ഞത് ദാറ്റ് കോടതി പോയാൽ യു വിൽ ഗെറ്റ് എൻ ഓർഡറിന്. പക്ഷെ അതും കൂടെ ആയപ്പം ഭയങ്കര സ്കെപ്റ്റിക്. ഇനി ഒരു ചാൻസ് കിട്ടിയാൽ പോലും തിരിച്ചടിക്കാനുള്ള അതിനു വേണ്ടി ഞാൻ ഒരു ബുക്ക് എഴുതിയായിരുന്നു. ബുക്ക് എഴുതിയിട്ടും ഇത്ര നല്ലൊരു സ്റ്റോറി ആയിട്ടും നോബഡി ഈസ് വില്ലിംഗ് ടു ടേക്ക് ഇറ്റ് അപ്പ്. രാജൻ പിള്ള മരിച്ചു, അതൊരു റിയാലിറ്റിയാണ്. ആ റിയാലിറ്റി കുടുംബം പൂർണ്ണമായിട്ടും അക്സെപ്റ്റ് ചെയ്തോ? അത് എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന്. ഇറ്റ് ഈസ് നമ്മളുടെ ജുവൽ ദാറ്റ് ഹാസ് ബീൻ ലോസ്റ്റ്. ഇത്രയും വലുതായിട്ട് കൊല്ലത്തുനിന്നല്ല, ഇന്ത്യയിൽ നിന്ന് തന്നെ ഫസ്റ്റ് മൾട്ടിനാഷണൽ ബിസിനസ് ഇന്ത്യയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത് രാജനാണ്. അങ്ങനത്തെ ഒരാളെ പറ്റി നോർത്ത് ഇന്ത്യൻ ഒരു പേപ്പേഴ്സും എഴുതത്തില്ല നല്ല കാര്യമായിട്ട്. ഇത്രയും ഒരു ഇന്ത്യയിലെ ലാർജസ്റ്റ് ഫുഡ് കമ്പനി, ഏഷ്യയിലെ ലാർജസ്റ്റ് ഫുഡ് കമ്പനി, ഒരു ലെസൺസിലോ ഒരു ഇതിലും ഇദ്ദേഹത്തിൻ്റെ പേര് വന്നിട്ടില്ല, ഒരു റെഫറൻസ് ഇല്ല. നമ്മളുടെ കുട്ടികൾക്ക് ചോദിച്ചാൽ നോബഡി നോസ് അബൌട്ട് എ ബിസിനസ് മാൻ ലൈക്ക് ദാറ്റ്. ആ ഇത് ഈവൻ ദോ നമ്മളെ അസംബ്ലിയും എല്ലാം ഇത്ര അക്നോളജ് ചെയ്തിട്ട് ആ ദുരൂഹതയുടെ ഒരു സങ്കടം
എല്ലാ ഫാമിലി എല്ലാ മെമ്പേഴ്സ്. ഇവിടെ ഈ നസ്ലിവാടി അടക്കം, അതായത് ഈ രാജൻ പിള്ള മരിച്ചത് നസ്ലിവാടി അടക്കം ആഘോഷിച്ചോ? അങ്ങനെ നമുക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടോ? നമുക്ക് അങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടാൻ പാടാ, ബിക്കോസ് അവരുടെ എല്ലാം അല്ല, അവർ ഇപ്പം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഓപ്പൺലി അവർ വലിയ പ്രശ്നങ്ങളില്ല, പ്രത്യേകമായിട്ട് ചേർന്ന് നിൽക്കുന്നു, അല്ലെങ്കിൽ റിലേഷൻസ് ഉണ്ട്. ഈ മരണസമയത്ത് മരിച്ചതിന് ശേഷം ഇവരാരെങ്കിലും വരികയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ? നസ്ലിവാടി തന്നെ വന്ന് കണ്ടായിരുന്നു, വന്ന് കണ്ടു. ഡൽഹിയിൽ വെച്ചോ? ബോംബെ വെച്ചിട്ട് വന്ന് കണ്ടു, കണ്ടോളൻസ് ഒക്കെ പറഞ്ഞു. കണ്ടോളൻസ് എല്ലാവരും. അന്ന് നമ്മൾ JRD ടാറ്റ തൊട്ട് ഈ മഹീന്ദ്രയുടെ ചെയർമാൻ, എസ്കോട്ടിൽ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഫോണെല്ലാം ഉണ്ടായിരുന്നു, എസ്കോട്ടിലെ ചെയർമാൻ, ഇവരെല്ലാവരും വളരെ നല്ലതായിരുന്നു ഇവരെല്ലാവരും. ടു ദാറ്റ് ആ നൈസിറ്റീസിൽ ആരെയും ഒരു കംപ്ലൈൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇത് ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞിട്ട് എന്തോ പറ്റി എങ്ങനെയാന്നുള്ള കാര്യം നമുക്കും ഈ സാഹചര്യം അല്ലാതെ നമുക്ക് ഇൻഫർമേഷൻ കുറവാ. ഈ ഇവരുടെ ഒരു ജീവിതമോ അങ്ങനത്തെ ഒരു കാര്യം നമുക്ക് അറിയാൻ പറ്റും. പുതിയ BJP ഗവൺമെന്റിനെ ഒന്ന് സമീപിച്ചുകൂടായിരുന്നോ? സുപ്രീം കോർട്ട് ഓർഡർ കഴിഞ്ഞിട്ട് തിരിച്ച് എങ്ങനെയാ പോണ്ടേന്ന് ഈവൻ ലോയേഴ്സിന് വരെ അറിഞ്ഞുകൂടാ എന്തോ ചെയ്യണമെന്ന്. അല്ലെങ്കിൽ നമ്മളിത് തിരിച്ച് ഒന്നും കൂടെ ഒരു ആപ്ലിക്കേഷൻ നമ്മളുടെ ഇവിടുത്തെ ഗവൺമെന്റിന് കൊടുത്തിട്ട്. അല്ല, ഇപ്പോഴത്തെ ഒരു സാധ്യത വെച്ചിട്ട് ഗവൺമെന്റ് വീണ്ടും ചേഞ്ച് ആയല്ലോ. ഇപ്പൊ നരേന്ദ്രമോദിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതുപോലെ അന്നത്തെ കാലഘട്ടത്തിൽ നിന്നൊക്കെ ഇന്നത്തെ പൊളിറ്റിക്സിലും ഒക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ട്, മാറ്റങ്ങളുണ്ട്. അപ്പോൾ ആ മാറ്റമുള്ള സമയത്ത് അങ്ങനെ ഒരു സാധ്യത തേടാത്തത് എന്താ? ഞാൻ എന്തായാലും തേടാം. ഞാൻ അതിനെപ്പറ്റി നമ്മളെല്ലാം ആ സുപ്രീം കോർട്ട് ഓർഡർ വെച്ചിട്ട് നമ്മളുടെ കാര്യങ്ങളിലോട്ട് അങ്ങ് മാറി. ആ ഫൈറ്റ് വാസ് ഓൾമോസ്റ്റ് ഈ 95 to 2018 വരെ ഫൈറ്റ് ചെയ്തായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മൾ എല്ലാവരും എക്സോസ്റ്റഡ് ആയി. ഗോപി ചേച്ചി ആയിരുന്നു അതിന്റെ ഫൈറ്റ് ലീഡ് ചെയ്തത്. ഗോപി ചേച്ചി. അപ്പം നീന പിള്ള ആയിരുന്നു ലീഡ് ചെയ്തത്. എല്ലാവരും അങ്ങ് എക്സോസ്റ്റഡ് ആയി. ഇതിന്റെ കുറെ കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നിരാശപ്പെടും. പക്ഷേ ഒരു സംഭവമുണ്ട്. ഈ പറഞ്ഞ കണക്ക് ശ്രീ രാജ്മോഹൻ പിള്ളയൊക്കെ എപ്പോഴും പറയുന്ന, അല്ലെങ്കിൽ ജനാർദ്ദനൻ പിള്ള, അദ്ദേഹം അടക്കമുള്ളവർ, ഒന്ന് സൈക്കോളജി, പിന്നെ എന്താണ് ഫിലോസഫി. ഈ സൈക്കോളജിയും ഫിലോസഫിയും ഒക്കെ വെച്ച് നമ്മൾ ഇതിനൊക്കെ അനലൈസ് ചെയ്യുമ്പോൾ ഈ എന്താണ് മരിച്ചയാളുടെ ആത്മാവ്, ഈ ആത്മാവിന് അത് സ്വസ്ഥമാവണമെങ്കിൽ എന്ത് ചെയ്യണം? അത് ദുരൂഹമായിട്ട് മരണപ്പെട്ടതാണെങ്കിൽ, അല്ലെങ്കിൽ മരണം കറക്റ്റ് അല്ലെങ്കിൽ അതിങ്ങനെ പിന്നാലെ പിന്തുടർന്ന് എവിടെയെങ്കിലുമൊക്കെ ഒരു വഴികൾ തെളിയും. അപ്പോൾ നമ്മൾ തമ്മിൽ ഇപ്പോൾ ടോക്ക് ചെയ്യുമ്പോൾ നമ്മൾ പറയുകയാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാണ്, അടുത്ത സാധ്യതയില്ലേ, തേടാമെന്ന് പറയുന്നു അല്ലേ? അപ്പോൾ അതിനകത്ത് അങ്ങനെ ഒരു തേടൽ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ നമ്മളിപ്പോൾ എന്താണ് വേറൊരു തലത്തിലാണ് സംസാരിക്കുന്നത്, പക്ഷേ എങ്കിൽ പോലും അങ്ങനെ ഒരു സാധ്യത അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഈ കേസിനെ പിന്തുടരുന്നതായി ഫീൽ ചെയ്തിട്ടുണ്ടോ? ഡെഫിനറ്റായിട്ട് എനിക്ക് ഐ എഗ്രി വിത്ത് യു. ചിലപ്പോൾ ഈ ഇൻ്റർവ്യൂ ആയിരിക്കും കംപ്ലീറ്റ് കാര്യങ്ങൾ മാറ്റുന്നത്. ഈ എല്ലാ കാര്യങ്ങളിലും അതിൻ്റെ വ്യത്യാസം എന്തോന്ന് വെച്ചാൽ ഒരു ഹ്യൂമൻ ബീയിങ്ങിന് മാത്രം ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യങ്ങളാണ്. ഇതൊരു സമൂഹത്തിൻ്റെ റിക്വയർമെൻ്റ് ആയിട്ട് മാറണം. ആ ആളുകൾ സപ്പോർട്ട് ചെയ്യണം. ഒരാൾ മാത്രം ഫൈറ്റ് ചെയ്താൽ ഒന്നും നടക്കത്തില്ല. ഇത് അന്ന് നമ്മൾ വിചാരിച്ചു ഇത് വന്നിട്ടുണ്ടെന്ന്. ആ സമയത്ത് അവർ ഈസി ആയിട്ട് സ്കട്ടിൽ ചെയ്ത് ഈ ലീല സേഠ് കമ്മീഷൻ ഫിക്സ് ചെയ്തിട്ട് അതൊരു 7 വർഷം കൊണ്ട് നടന്നു. ലീല സേഠ് കമ്മീഷൻ വരുമ്പോഴത്തേക്ക് വി കനോട്ട് ഹാവ് എനി അതർ ഇൻവെസ്റ്റിഗേഷൻ ഗോയിങ് ഓൺ. അതിന്റെ എഗൻസ്റ്റ് ഫൈറ്റ് ചെയ്തിട്ടും ദേ ഡിഡ് നോട്ട് റിമൂവ് ഇറ്റ്. അത് കഴിഞ്ഞിട്ട് ദെൻ അസംബ്ലി പോയി, പാർലമെന്റിൽ പോയി, പിന്നെ കോടതിയിൽ പോയി. ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ആളുകളുടെ മെമ്മറീസ് ആർ ഓൾസോ വെരി ഷോർട്ട്. അത് കഴിഞ്ഞിട്ട് അങ്ങ് പോയി. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്കതൊരു തീരാവേദനയാണ്, നമുക്കതൊരു എന്താണ് പറയുക, ഒരു എറ്റേണൽ ലോസ്, അല്ലെങ്കിൽ ഒരു നല്ല അടിയാണ്, നല്ല വേദനയാണ്, കുടുംബത്തിന് നഷ്ടമാണ്, സഹോദരൻ എന്ന് പറയുമ്പോൾ രക്തബന്ധമാണ്. രക്തബന്ധത്തിലുണ്ടാകുന്ന അടി എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും ഫീൽ ചെയ്യും, നമ്മളെ അത്രയും അതിനെ ഫൈറ്റ് ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കും. അതിനകത്ത് ഒന്ന്, ഒരു റിസൾട്ട്, ഇത് കൊലപാതകമാണ് അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ സംശയത്തിൻ്റെ റിസൾട്ട്. 2, ഏതെങ്കിലും രീതിയിൽ നമ്മൾ പിന്നാലെ പോകുമ്പോൾ ഏതെങ്കിലും രീതിയിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരാൾക്ക് വീണ്ടും അയാൾ അസ്വസ്ഥനാവും. ഇപ്പോൾ അയാൾ ശാന്തനായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ളവർ ഒരാളായിരിക്കില്ലല്ലോ, പിന്നിലുള്ളവർ ഇപ്പോൾ സ്വസ്ഥമായിരിക്കും. പക്ഷേ നമ്മൾ ഇവിടുന്ന് ഒരു വെടി പൊട്ടിക്കുമ്പോൾ
അവിടെ അസ്വസ്ഥമാകും. ആ അസ്വസ്ഥത പോലും അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ചിലപ്പോൾ ഒരു സന്തോഷം നൽകും. ഡെഫിനറ്റായിട്ട് ഇതിനു വേണ്ടി 5-6 സ്ക്രിപ്റ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടി തന്നെ. പൃഥ്വിരാജ് ഒരു പ്രാവശ്യം പറഞ്ഞു ഹി വിൽ ആക്ട് ഇൻ ദാറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. ഈ ഒരു സ്ക്രിപ്റ്റിൽ അമിതാഭ് ബച്ചനെ ആയിരുന്നു അന്ന് വെച്ചത്. വേർ ഹീ ഈസ് എ CBI ഓഫീസർ. അങ്ങേരുടെ വൈഫിനെ കൊന്നുകൊണ്ട് കുടിച്ച് ഒന്നും ഒരു ഇൻട്രസ്റ്റ് ഇല്ല, ലൈഫിന് തന്നെ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു ഓഫീസറെ ഈ കേസ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ വരുന്നുണ്ട്. ഈ കേസ് വന്നപ്പോഴത്തേക്ക് ഇങ്ങേർക്ക് ഒന്നിനും ഇൻട്രസ്റ്റ് ഇല്ല, അവരുടെയും ഈ ഗവൺമെൻറ്റിൻ്റെയും ഇൻട്രസ്റ്റ്സ് ഇങ്ങനത്തെ ഒരു കാര്യം പോയി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഒന്നും ഇല്ലാതെ അങ്ങ് കളയാനായിട്ട്. ഇയാൾ ഇതെടുത്ത് ഒന്നും ചെയ്യാതെ ഇരിക്കുമ്പം ഇയാളുടെ പുറത്ത് ഒരു അറ്റാക്ക് വരുന്നുണ്ട്. അങ്ങനെ അയാൾ അതിൻ്റെ പുറവശത്ത് പോകുമ്പോഴാണ് ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ വരുന്നത്. അതായിരുന്നു എൻ്റെ സ്ക്രിപ്റ്റ്. ഇതെല്ലാം റെഡിയാക്കി വെച്ച്, പക്ഷെ ഞാൻ പറയുന്ന ഈ നമുക്ക് ഈ വേറെ ഒരു എപ്പോഴും ഒരു എനർജി ഫ്രം ദി സൊസൈറ്റി, ഫ്രം ദ നേച്ചർ. ഞാൻ എപ്പോഴും നേച്ചറിൻ്റെയും കൂടെ വന്നാലേ ഉള്ളൂ നമുക്ക് ഏതെങ്കിലും ഒരു ഫൈറ്റിലോട്ട് പോകാൻ പറ്റുള്ളൂ. നമുക്ക് എല്ലാത്തിനും ഒരു മൊമെൻറ്റം വരണം. ആ മൊമെൻറ്റം കുറച്ച് കാലമായിട്ട് ഒന്നുമില്ല. നമ്മളിങ്ങനെ പറയുന്നതോ നമ്മൾ മെമ്മറാൻഡമായിട്ട് കൊടുക്കുന്ന എല്ലായിട്ടും ഒരു പക്ഷേ അന്നത്തെ ഒരു കാലഘട്ടത്തേക്കാൾ ഇപ്പോൾ രാജൻപിള്ള മരിക്കുന്ന സമയത്ത് ഏതാണ്ട് 400 കോടിയുടെ ബാധ്യത അദ്ദേഹമായിട്ട് സംഭാവന ചെയ്തിട്ടുണ്ട്. താങ്കൾ മറ്റൊരു ബാധ്യതയിലാണ്. ഇന്ന് താങ്കൾ ഏതാണ്ട് അറൗണ്ട് 30,000 ക്രോഴ്സിൻ്റെ അധിപനായിട്ടുള്ള അതിസമ്പന്നനായ, അല്ലെങ്കിൽ എന്താണ് പറയുക, എന്തും പൈസ കൊണ്ട് സാധിക്കാവുന്ന എല്ലാം സാധിക്കാവുന്ന, അത് സഹോദരന് വേണ്ടിയിട്ടാണ്, സാധിക്കാവുന്ന എല്ലാം ആ ലെവലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത്രയും എന്തെങ്കിലും പിന്തിരിഞ്ഞ് നോക്കേണ്ട കാര്യമില്ല. പൊളിറ്റിക്കൽ സപ്പോർട്ട് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ അടിക്കാൻ എല്ലാ ശേഷിയും കയ്യിലുണ്ട്. അന്നത്തെ പോലെയല്ല, വീണ്ടും ഒരു അടി കൂടി ചെയ്തുകൂടെ? അടിയല്ല, അതിൽ ഞാൻ ഈ ബിസിനസ് എല്ലാം സക്സസ്ഫുൾ ആയത് ഈസ് റിയലൈസിങ് ദാറ്റ് നമ്മൾ ഒരു ഭാഗം മാത്രമാണ് ആ ഫോഴ്സിൻ്റെ. ആ ഫ്ലോ എവിടെയാണെന്ന് കണ്ടുപിടിക്കാനായിട്ടാണ് ഞാൻ എല്ലാ ദിവസവും രാവിലെ 2:45 എണീക്കും, മെഡിറ്റേറ്റ് ചെയ്യും. അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ടാണ്. ഇതിൻ്റെ കുറേ കാലം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഇതിലൊരു ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നത്. അതെന്തുവാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിൻ്റെ ഇൻട്രസ്റ്റ് കുറെ കൂടെ ആരോ പറയുന്നുണ്ട് പുറകെ പോകണം. ഡെഫിനറ്റ് ആയിട്ട് സംസാരിക്കാറുണ്ടോ ഈ കാര്യങ്ങൾ? എന്തെങ്കിലും ഇപ്പൊ ഡിസ്കഷൻ ഉണ്ടോ? ഇപ്പം ഇതിനെപ്പറ്റി വളരെ സങ്കടമാണ് ഈ സംസാരിക്കാനായിട്ട്. കുറെ കാലം സംസാരിച്ചിട്ട് ഇപ്പം നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കത്ത് വരെ ഇല്ല. ബിക്കോസ് ഭയങ്കര ഈ രാജൻപിള്ള മരിക്കുമ്പോൾ അമ്മയൊക്കെ ഉണ്ടോ? ഉണ്ട്. അമ്മയുണ്ടായിരുന്നു, അച്ഛനും ഉണ്ടായിരുന്നു. ആ രാജനന്റെ ആ ഫോൺ വന്നിട്ടാ അച്ഛന് സ്ട്രോക്കും കൂടെ വന്ന, ഹാർട്ട് അറ്റാക്ക് ഇതുമായിട്ട് വീട്ടിൽ നിൽക്കുമായിരുന്നു. ഇത് കേട്ടതോടെ ബിക്കോസ് ഒരു ഹോപ്പ് അങ്ങ് പോയി. നമ്മളെ തന്നെ ഏറ്റവും നല്ല കുട്ടി, അത് നമ്മളെ വിചാരിക്കുന്നതിനെ കാട്ടിയും വലുതായിട്ട് വളർന്ന ഒരു കുട്ടി മരിച്ചു പോകുമെന്ന് വെച്ചാൽ അപ്പോഴും രാജനൻ എന്നും ഇവർ രണ്ടുപേരും സംസാരിക്കും. അന്ന് രാജനൻ പറയുന്ന ഐ എം ഗോയിങ് ടു ബ്രിങ് ഇൻ നദർ ബിസ്ക്കറ്റ്, നമ്മൾ തിരിച്ച് ഇത് ചെയ്യും. അന്ന് തൈ അഗ്രി ഫുഡ്സ് ടേക്ക് ഓവർ ചെയ്യാനായിട്ട് ഞാൻ ഫണ്ട് ചെയ്തിട്ട് അതിൻ്റെ ബിസിനസ്സസ് ഭയങ്കരമായിട്ട് കൂടിയായിരുന്നു. അതെല്ലാം ഒരു ഹോപ്പ് വെച്ചിട്ട് പോകുന്ന എല്ലാം അങ്ങ് എക്സ്റ്റിങ്വിഷ് ചെയ്തു. ശരിക്കും ജീവിച്ചിരുന്നെങ്കിൽ ഇന്നത്തെ ഇന്ത്യയിലെ നമ്പർ 1 കോടീശ്വരൻ ഈസി ആയിട്ട് നമ്പർ 1 ആവോ ഇല്ലയോന്ന് ദാറ്റ് ഇസ് എ ഡിഫറെന്റ് ക്വസ്റ്റ്യൻ. പക്ഷെ അറ്റ്ലീസ്റ്റ് വേൾഡിലെ വൺ ഓഫ് ദി ലാർജസ്റ്റ് ഫുഡ് കമ്പനീസ് ആവുമായിരുന്നു, നമ്മളെ ആവുമായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഇപ്പോൾ ഉള്ള ഒരു സാധ്യത, ഇപ്പോൾ വീണ്ടും ഒരു ഗവൺമെൻറ് ചേഞ്ചാണ്, അടുത്ത ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ്റിനെ സമീപിക്കാനുള്ള സുപ്രീം കോടതിയിലെ പണ്ടത്തെ പോലെയല്ല നല്ല അടിമിടുക്കരായ പണ്ടുകൊണ്ട് ഇപ്പോഴില്ലെന്നല്ല, സാധ്യതകൾ, ലീഗൽ സാധ്യതകൾ തേടാവുന്നതാണ്. വീണ്ടും ഒരു അധ്യായം കൂടി രാജ്ഭവൻ പിള്ള തുറക്കും. ഡെഫിനറ്റായിട്ട് തുറക്കണം എന്നാണ് എൻ്റെ ഹോപ്പ്. തീർച്ചയായിട്ടും അതിൻ്റെ ആ ഒരു ഫോഴ്സ് വന്നാൽ ഡെഫിനറ്റായിട്ട് ഞാൻ അത് സപ്പോർട്ട് ചെയ്ത് മുമ്പത്ത് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ജീവിതത്തിൽ ഇവിടം വരെ എത്തി നിൽക്കുമ്പോൾ ശരിക്കും ഈ രാജൻപിള്ള നമുക്കൊരു തീരാവേദനയാണ്. അതിനപ്പുറത്ത് നമ്മൾ ഇതെല്ലാം മറികടന്നു. ഈ 40 കോടിയുടെ ബാധ്യതയിൽ തുടങ്ങി 400 കോടിയുടെ ബാധ്യത പിന്നെ സഹോദരൻ്റേതുണ്ടായി. ഇതെല്ലാം മറികടന്ന് ഒരു 30,000 ക്രോഴ്സിൻ്റെ അധിപനായിട്ട് നിൽക്കുമ്പോൾ ജീവിതത്തിൽ എത്രത്തോളം ചാരിതാർത്ഥ്യമുണ്ട്? എനിക്ക് തോന്നുന്നു എനിക്ക് പ്രത്യേകമായിട്ടൊന്നും മാറിയിട്ടില്ല. എനിക്കറിയാം ഇതെല്ലാം ഒരു മായയാണെന്ന്. ബിക്കോസ് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല
18 വയസ്സിൽ ഞാൻ ഒന്നും വിചാരിച്ചില്ല എനിക്ക് പൈസ ഇല്ലാതെയാവുമെന്ന്, അമ്മയ്ക്ക് പൈസ കൊടുക്കാനായിട്ട് പൈസ ഇല്ലാത്ത ഒരാളാവുമെന്ന്. ഇന്ന് ഇതെല്ലാം എഗെയിൻ ഞാൻ പറയുന്നത്, ഞാൻ ഒരു അസറ്റും എൻ്റെ പേരിൽ വയ്ക്കത്തില്ല. എല്ലാം എൻ്റെ വൈഫോ അതോ കമ്പനിയോ അതോ ട്രസ്റ്റിൻ്റെ പേരിലാണ്, ഈ ഇൻക്ലൂഡിങ് ജോലിക്കാരാ അതിൻ്റെ ട്രസ്റ്റിൻ്റെ ഓണേഴ്സ്. എൻ്റെ ബിലീഫ്സ് ഇതെല്ലാം ഒരു കൊച്ചൊരു മായയാണ്. നമ്മളെ ലൈഫ് സൈക്കിളിൽ കയറ്റവർക്കൊക്കെ ഉണ്ടാവും. എപ്പോഴും ഇത് എന്നാ മാറാൻ പോകുന്നത്, എന്തോ വെച്ചാ മാറാൻ പോകുന്നതെന്ന് ഐ ഹാവ് നോ ഐഡിയ. എനിക്ക് ഒരു ഇതുമില്ല. അതിൻ്റെ ഒരു ഭാഗമായിട്ട് എനിക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. ഇന്ന് വളരെ ഹാപ്പിയോ നാളെ ഭയങ്കര സാഡ് ആവാനായിട്ടോ ഏത് സിറ്റുവേഷൻ വന്നാലും എന്നെ ഇന്നഫ് സ്ട്രെങ്ത് കാണണമെന്ന് മാത്രമേ. ആത്മീയപാതയിലാണോ? അത് കൊച്ചിലേ തൊട്ടേ, നോട്ട് ഇപ്പോഴല്ല. അതുകൊണ്ട് മാത്രമേ ഉള്ളൂ എനിക്ക് ഇപ്പോഴും അറ്റ് 62 ഐ എം ഏബിൾ ടു ടോക്ക് ടു യു. അല്ലാതെ എൻ്റെ ഫാമിലി, എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ റിലേറ്റീവ്സ് എല്ലാവരും എന്നെ ഓസ്ട്രസൈസ് ചെയ്തിട്ട് വരെ, ജോലിക്കാർ നമ്മളോട് സ്ട്രൈക്ക് ചെയ്തിട്ട് നമ്മളെല്ലാം ചെയ്തിട്ട്, നിങ്ങൾ വിചാരിക്കാൻ പറ്റുന്നതിനെക്കാട്ടി കൂടുതൽ ഡിഫിക്കൽട്ടീസ് വന്നിട്ടും പിന്നെയും അത് അതിജീവിക്കണമെങ്കിൽ നമ്മൾ ബ്രദർ ഇൻ ലോസ് തന്നെ നമ്മളുടെ അഗേൻസ്റ്റ് കേസ് കൊടുത്ത് ഫൈറ്റ് ചെയ്ത്, എൻ്റെ മുമ്പത്ത് വെച്ച് തന്നെ അച്ഛനാണെങ്കിൽ ഞങ്ങളുടെ കുടുംബ വീട്, അച്ഛനാണെങ്കിൽ വലിയ ബാധ്യത വന്നപ്പോഴത്തേക്ക് എൻ്റെ യങ്ങർ സിസ്റ്ററിന് എഴുതി കൊടുത്തു, സോ ദാറ്റ് അത് എടുക്കണ്ടെന്നുണ്ട്. അച്ഛനും അമ്മയ്ക്കും ഈ അടി വന്നപ്പോഴത്തേക്ക് അവിടെ തന്നെ നമ്മളുടെ ഓൺ ഫ്രണ്ട്സ് യൂനിസ് കുഞ്ഞ് എന്ന് പറഞ്ഞൊരു MLA ഉണ്ടായിരുന്നു കൊല്ലത്ത്. അദ്ദേഹം അവിടെ വന്ന് വില പറയുമായിരുന്നു, ബിക്കോസ് എൻ്റെ ബ്രദർ ഇൻ ലോ ആ സ്ഥലം വിൽക്കാൻ നോക്കുമായിരുന്നു. അവിടുന്ന് ഒന്നും ഇല്ലാതെ ആകെപ്പാടെ 4 ഈ പടങ്ങൾ, അപ്പൂപ്പൻ്റെ എല്ലാം പടം എടുത്തുകൊണ്ട് ഇങ്ങോട്ട് എൻ്റെ കൂടെ വന്നതാ അച്ഛൻ. ഈ ഫുൾ സിറ്റുവേഷൻ, അച്ഛൻ ഇരിക്കുന്ന സ്ഥലം വരെ പോകുന്നതോ, കുടുംബ വീട് എന്ന് വെച്ചാൽ ഒരു 8 വീടുകൾ ഒരുമിച്ച് ഒരു കോമ്പൗണ്ടില്ല, അതിൻ്റെ നടുക്കായിരുന്നു അച്ഛൻ്റെ വീട്. അതൊന്നും ഒരിക്കലും പോണ്ടെന്ന് ആഗ്രഹിച്ച ആളുകളെല്ലാം അതും പോയിട്ടെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാം കണ്ട് വളർന്ന ഒരാളായിട്ട് അവിടെ ഒരു കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പക്ഷേ നമ്മൾ ഈ ലൈഫ് പോകുമ്പോൾ വീഴും, അത് വീഴും. പക്ഷേ ഈ വീഴ്ചയെ നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യുന്നു എന്നുള്ളതാണ് അല്ലേ? അവിടെ നമ്മൾ എങ്ങനെ അടുത്ത സ്റ്റെപ്പ് എന്താണ്, നെക്സ്റ്റ് സ്റ്റെപ്പ് എങ്ങനെ വെക്കാൻ പറ്റും എന്നുള്ളതാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ വെക്കുമ്പോൾ ഒന്ന് കോൺഫിഡൻസ്, അത് കറക്റ്റായിട്ട് വെക്കുവാണെങ്കിൽ നമ്മൾ വീണ്ടും കയറും. പക്ഷേ ഇതിനെക്കാട്ടി ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ നേച്ചർ നമ്മളത് പറഞ്ഞു തരും, അത് കേൾക്കാൻ മനസ്സിലാക്കാം, സെൻസസ് വരും. ആ സെൻസസിലോട്ട് പതുക്കനെ മൂവ് ചെയ്താൽ നമുക്ക് നമ്മളുടെ ശക്തിയും ഇതിൻ്റെ ഒരു ഫ്ലോയും കൂടെ വെച്ചിട്ട് ഓരോരോ കാര്യങ്ങൾ. ശരിക്കും നമ്മുടെ മക്കളെ കുറിച്ചൊക്കെ നല്ല കോൺഫിഡൻസ് ഉണ്ടോ? എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹവും മക്കളെ കുറിച്ചോ വൈഫിനെ കുറിച്ചോ ഒന്നുമില്ല. അല്ലല്ല, അവരുടെ ബിസിനസ് കാലിബറിനെ കുറിച്ച് കോൺഫിഡൻസ് അങ്ങനെ ഒരു കാര്യവും ഇല്ല. അവരുടെ ഓൺ ലൈഫാണ്. ബിക്കോസ് ഞാനാണെങ്കിൽ ഒരു ഡിസ്ലെക്സിക് ചൈൽഡായിരുന്നു. എല്ലാ ഈ മാർക്സ് കിട്ടുമ്പം എല്ലാത്തിനും 1/2 മാർക്കും 1 മാർക്കും, എക്സെപ്റ്റ് മാത്സിന് മാത്രമേ ഉള്ളായിരുന്നു 20 out of 20. ആരും എന്നെ പറ്റി ഒന്നും എക്സ്പെക്ട് ചെയ്തില്ല ലൈഫിൽ. കംപ്ലീറ്റ് ഒരു ഡിസ്ലെക്സിക് സ്റ്റുഡൻ്റാ ഇന്ന് നിങ്ങളടുത്ത് വന്ന് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഇതെല്ലാം പതുക്കെ അതിനകത്ത് ഒരു വലിയ പോയിന്റ് ഉണ്ട്. മാർക്സിന് 20 out of 20 എന്ന് പറഞ്ഞാൽ അത് മതി. ബാക്കിയുള്ളതിന് ആരാന്നുള്ളതല്ല, ഈ മാത്സാണ് പലർക്കും പ്രശ്നം. ജീവിതത്തിന്റെ കണക്ക് ഭയങ്കര പ്രശ്നമാണ്. ജീവിതത്തിന്റെ കണക്കുകൂട്ടലും ഭയങ്കര പ്രശ്നമാണ്. നല്ലൊരു ബിസിനസ്സുകാരന് കണക്ക് കൂട്ടലും കാൽക്കുലേഷനും കറക്റ്റ് ആയിരിക്കും. അതാണ് അവിടെ എനിക്ക് ലാസ്റ്റായിട്ട് ചോദിക്കാനുള്ളത്. അതായത് ഈ നമ്മൾ ഒരു എന്താണ് പറയുക, ഇപ്പം നമ്മൾ ഒരു 30,000 crores അധിപനാണ്. ഈ ജീവിതത്തിൽ ഇന്ത്യയിലെ, ഇപ്പോൾ അധികം ഒന്നും പോകുന്നില്ല, ഇന്ത്യയിലെ നമ്പർ 1 ബിസിനസ്സുകാരനാവണം അല്ലെങ്കിൽ അത്രയും കോടീശ്വരനാവണം എന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ടോ? എനിക്ക് അങ്ങനെ, ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഇതുവരെ എത്തുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. ആ ഒരു ആഗ്രഹം വെക്കുന്നത് കുഴപ്പമുണ്ടോ? എനിക്ക് ഇതെല്ലാം ഞാൻ ഇപ്പോഴും പരീക്ഷയിലാണല്ലോ നമ്മളൊരു എയിം ഫിക്സ് ചെയ്താൽ ആ എയിമിലേക്ക് പോകാനാണല്ലോ നല്ലത്. അല്ല, അങ്ങനെ തോന്നിയിട്ടുണ്ടോ ജീവിതത്തിൽ എപ്പോഴും? ഒരിക്കലും കോമ്പീറ്റ് ചെയ്ത് ഇവരൊക്കെ കടത്തി വെട്ടി നമ്പർ 1 കോടീശ്വരനാവണം തോന്നി. ഞാനാണെങ്കിൽ ആകെപ്പാടെ ട്രൈ ചെയ്തിരിക്കുന്ന
എവിടെയാ ആ ഫോഴ്സ് വരുന്ന അതിൻ്റെ കൂടെ നിൽക്കാനായിട്ട്. നേച്ചർ പറയുന്ന ഫോഴ്സ്, നേച്ചർ പറയുന്ന ഫോഴ്സ്. അപ്പം നേച്ചർ തന്നെ ഇപ്പം നിങ്ങളെ എൻ്റെ മുമ്പസ് കൊണ്ടൊന്ന് നിർത്തുന്നുണ്ട്. അത് അല്ല നമുക്കറിയാവുന്നതുകൊണ്ടോ ഒരു പ്രീ പ്ലാൻഡോ ഒന്നുമല്ല. ഇതെല്ലാം വളരെ ഫാസ്റ്റ് ആയിട്ടും അത് നടക്കണം. എനിക്ക് ഇന്നൊരു ഹാർട്ട് അറ്റാക്ക് വന്നാലും നടക്കത്തില്ല. നിങ്ങൾക്കൊരു പ്രോബ്ലം ഉണ്ടായിരുന്നെങ്കിൽ വരത്തില്ല. വരുന്ന വഴി ഒരു കാറ് ഇത് എനിക്ക് അടുത്ത മീറ്റിങ്ങിന് പോകണമായിരുന്നെങ്കിൽ നടക്കത്തില്ല. ഇത് നടക്കുന്ന എല്ലാം മില്യൺസ് ഓഫ് കാര്യങ്ങൾ ശരിയായിട്ടാ ഇത് ചെയ്യുന്നത്. ഇന്ന് ഞാനാണെങ്കിൽ ഈ സിറ്റുവേഷന് നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ വന്ന് സംസാരിക്കുന്നുണ്ട്. ഇത് ഈ സിറ്റുവേഷൻ അല്ലായിരുന്നു 10 years ബാക്ക്, ഈ സിറ്റുവേഷൻ അല്ലായിരുന്നു 40 years ബാക്ക്. അതുകൊണ്ട് ഏതാന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആഗ്രഹം ഈസ് ദാറ്റ് എല്ലാം നന്നായിട്ട് പോകണം എന്ന്. പക്ഷെ നല്ലതും ചീത്ത എന്തുവാന്ന് ഐ ആം നോട്ട് ഹിയർ ടു ടേക്ക് എ ഡിസിഷൻ. ശരിക്കും ഈ പുതിയ ബിസിനസ്സുകാരോട് എന്താ പറയാനുള്ളത്? ഹാർഡ് വർക്ക്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ദാറ്റ് യു ആക്ച്വലി ഫോക്കസ് ഓൺ യുവർ വർക്ക്. അതിൻ്റെ റിസൾട്ടിനെ പറ്റി വറി ചെയ്യാതെ വർക്ക് ചെയ്യണം. അപ്പം വെദർ യുവർ റിസൾട്ട് വിൽ കം ഇൻ 1 year's time or 40 years' time, it doesn't matter. I am an example of a person who has worked സെയിം ആയിട്ട് രാവിലെ എന്നും എണീച്ച് രാത്രി കിടന്നുറങ്ങി 40-44 വർഷം കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തിട്ട് ദാറ്റ് ഐ ഹാവ് റീച്ച്ഡ് എ സിറ്റുവേഷൻ ഔട്ട് ഓഫ് ലയബിലിറ്റി. തീർച്ചയായിട്ടും. അപ്പം അത് തന്നെ ആളുകൾ വർക്ക് ചെയ്യണം. ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. അതിൻ്റെ ഇടയ്ക്ക് ആളുകൾ ചീത്ത വിളിക്കും, ആളുകൾ നമ്മളെ വീട് പോവായിരിക്കും, എന്തോ വേണമെങ്കിലും പറ്റും. പക്ഷേ ഇറ്റ് ഡസൻറ്റ് മാറ്റർ. തീർച്ചയായിട്ടും അതൊരു ശരിക്കും പറഞ്ഞാൽ ശ്രീ രാജ്മോഹൻ പിള്ള ഒരു സക്സസ് സ്റ്റോറിയാണ്. സക്സസ് സ്റ്റോറി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഇടയ്ക്ക് ചില വേദനകളുണ്ട്. പക്ഷെ ആ വേദനകളിലും വീണ്ടും ഫൈറ്റിങ്ങിനുള്ള സ്പിരിറ്റും അദ്ദേഹത്തിനുണ്ട്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം. ആ സ്പിരിറ്റ് എന്താണ്, ഒരു സ്പിരിറ്റിന് വേണ്ടിയാണ് നമ്മൾ ഈ ഫൈറ്റിംഗ് സ്പിരിറ്റ്. അപ്പോൾ ആ ഫൈറ്റിംഗ് സ്പിരിറ്റ് തീർച്ചയായിട്ടും ഉണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ആശങ്കയുണ്ട്. ആ ആശങ്ക തീർച്ചയായിട്ടും അത് കൃത്യമായിട്ടും ദൂരീകരിക്കപ്പെടണം. അതുപോലെ തന്നെ ഭരണ സംവിധാനങ്ങളും നിയമവ്യവസ്ഥയും ഒക്കെ ഉണ്ട്. ആ നിയമവ്യവസ്ഥയിൽ അദ്ദേഹത്തിന് വിശ്വാസമുണ്ട്. വീണ്ടും അദ്ദേഹത്തിന് പോരാടാനുള്ള ഒരു മനസ്സുമുണ്ട്. എന്തായാലും ശ്രീ രാജ്മോഹൻ പിള്ള, വളരെ സന്തോഷമുണ്ട് താങ്കളെ സമൂഹത്തിൽ പരിചയപ്പെടുത്താൻ പറ്റിയതിൽ. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് ചേട്ടാ, സന്തോഷം.